ഇത് ഒരുതരം ഭീരുത്വം. മുസ്ലിം ലീഗിന്റെ വോട്ട് വേണം, പതാക പാടില്ല എന്ന നിലപാട് എന്തുകൊണ്ടാണ് എടുക്കുന്നത്? ലീഗ് പതാക ലോകത്തെ കാണിക്കുന്നതിൽ നിന്ന് ഒളിച്ചോടാൻ സ്വന്തം കൊടിക്ക് പോലും അയിത്തം കൽപ്പിക്കുന്ന ദുരവസ്ഥയിലേക്ക് കോൺഗ്രസ് എന്തുകൊണ്ടാണ് കാണുപോയത്? SDPI പറഞ്ഞ ന്യായം ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ UDF-നെ ഞങ്ങളിവിടെ സഹായിക്കുന്നുവെന്നാണ്. ഒരു തെരഞ്ഞെടുപ്പ് തമിഴ്നാട്ടിൽ നടക്കുന്നുണ്ട്. അതിലവര് AIADMK-യുടെ കൂടെയാണ് എന്നാണ് വാർത്തകൾ കണ്ടത്. KPCC പ്രസിഡന്റ്, അദ്ദേഹം ഇപ്പോൾ ഒഴിഞ്ഞിട്ടില്ലാതെ സ്ഥാനാർത്ഥിയായതുകൊണ്ട് ആക്ടിങ് വന്നതാണ്. അദ്ദേഹം അതിനെ പൂർണ്ണമായി അംഗീകരിക്കുകയും ന്യായീകരിക്കുകയും ചെയ്തതായിട്ട് കാണുന്നു. ഭൂരിപക്ഷ വർഗീയതയെയും അതുപോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയെയും കേരളത്തിലെ കോൺഗ്രസും UDF-ഉം ഒരുപോലെ എതിർക്കും. അത്തരം സംഘടനകളുടെ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കില്ല. ഇപ്പോൾ SDPI UDF-ന് നൽകിയിരിക്കുന്ന പിന്തുണയെയും ഞങ്ങൾ ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് കാണുന്നത്. വോട്ട് ചെയ്യുന്നത് വ്യക്തിപരമായിട്ടാണ് ആളുകൾ വോട്ട് ചെയ്യുന്നത്. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വോട്ട് ചെയ്യാം. എല്ലാ ജനവിഭാഗങ്ങളും UDF-ന് വോട്ട് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ സംഘടനകളുടെ കാര്യത്തിൽ ഞങ്ങളുടെ തീരുമാനം ഇതാണ്. ആ പശ്ചാത്തലത്തിൽ തന്നെയാണ്, ഈ തീരുമാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഞങ്ങൾ SDPI-യുടെ പിന്തുണയെയും കാണുന്നത്. तो राहुल गांधी संविधान के प्रति अपने ओथ को झुटला चुके हैं जब उन्होंने PFI की पॉलिटिकल लीडरशिप से समर्थन अपने चुनाव के लिए लिया. मुस्लिम लीग के समर्थन വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ കൊടികൾ ഒഴിവാക്കിയതും SDPI UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചതും ആ പിന്തുണ വേണ്ടെന്ന നിലപാട് പ്രഖ്യാപനവും പ്രചാരണത്തിൽ നിറയുന്ന രാഷ്ട്രീയ ദിവസങ്ങളാണ്. മുസ്ലിം ലീഗിന്റെ വോട്ട് വേണം, പതാക വേണ്ട എന്നാണ് കോൺഗ്രസ് നിലപാടെന്ന് പറയുന്നു മുഖ്യമന്ത്രി. UDF-ന്റെ പോരാട്ടം ദേശീയ പതാക സംരക്ഷിക്കാനാണ്, അല്ലാതെ ദേശീയ പദവി സംരക്ഷിക്കാനല്ല എന്നാണ് ലീഗിന്റെ മറുപടി. SDPI പിന്തുണയും കൊടി വിവാദവും തെരഞ്ഞെടുപ്പിൽ ആർക്ക് നേട്ടം ആർക്ക് കോട്ടം? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. രാജു പി നായർ, ശ്രീ PM മാർഷോ, ശ്രീ യുവരാജ് ഗോകുൽ എന്നിവർ ചർച്ചയിൽ ചേരുന്നു. ആദ്യം ഞാൻ ശ്രീ രാജു പി നായർ. രാജു പി നായർ, ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിക്കുകയാണ്, മുഖ്യമന്ത്രി പിണറായി വിജയനും BJP-യും ചോദിക്കുന്നത് സ്വന്തം പതാക, സ്വന്തം കൂടെയുള്ളവരുടെ പതാക പോലും സംരക്ഷിക്കാൻ അറിയാത്തവരാണോ രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കുന്നത്? രാജ്യത്ത് BJP-യെ താഴെ ഇറക്കാൻ പോകുന്ന ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, SDPI-യുടെ പിന്തുണ, നിങ്ങൾക്ക് ഇതായിരുന്നു നിലപാടെങ്കിൽ SDPI പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച് ആ മണിക്കൂറിൽ നിങ്ങളുടെ നേതാക്കൾക്ക് പറയാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. 3 ദിവസത്തെ കൺഫ്യൂഷന് ശേഷം നിങ്ങൾ നിലപാട് പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടാക്കാനുള്ള ഡാമേജ് ഉണ്ടാക്കിയിട്ടില്ലേ രാജു പി നായർ? ഹാഷ്മി, എന്തായാലും ഹാഷ്മി, BJP-യും മുഖ്യമന്ത്രിയും എന്ന് പറഞ്ഞത് നന്നായി. BJP-യും മുഖ്യമന്ത്രിയുടെയും സ്വരം ഒന്നാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടുകൊണ്ടാണല്ലോ അത്തരത്തിലുള്ള പ്രയോഗം നടക്കുന്നത്. ഇത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ മുതൽ പിണറായി വിജയന്റെയും അമിത്ഷായുടെയും സ്റ്റേറ്റ്മെന്റ് ഒരേ ഓഫീസിൽ നിന്നാണോ തയ്യാറാക്കുന്നതെന്ന് സംശയിക്കേണ്ട രീതിയിലാണ് പ്രതികരണങ്ങൾ വരുന്നത്. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്താ? ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായി കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് സാമൂഹിക നീതിയും സാമ്പത്തിക നീതിയും നിഷേധിക്കപ്പെട്ട ഒരു ജനത, അവരുടെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി ഈ രാജ്യത്ത് നിന്ന് നിലനിൽക്കുന്ന സംഘപരിവാറിന്റെ നേതൃത്വത്തിലുള്ള BJP-യുടെ സർക്കാരിനെതിരെയുള്ള വോട്ടാണ്. അതിന്റെ ഭാഗമായിട്ടാണ് 2.5 മാസക്കാലം നീണ്ടുനിന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര നടത്തിയത്. ആദ്യത്തെ യാത്ര വർഗീയതയ്ക്കെതിരെയും വിദ്വേഷത്തിനെതിരെയുള്ള യാത്രയായിരുന്നെങ്കിൽ രണ്ടാമത്തെ യാത്ര കൂടുതലായി പ്രാധാന്യം നൽകിയത് സാമ്പത്തിക നീതിക്കും സാമൂഹിക നീതിക്കും വേണ്ടിയുള്ള യാത്രയാണ്. അത് ഭരണഘടനയുടെ ഏറ്റവും വലിയ പ്രിയാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 2 യാത്രയുടെ ആത്മാവിനെ കാണാൻ സാധിക്കും. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് അജണ്ട തീരുമാനിച്ചുകൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് പോകുമ്പോൾ സീതാറാം യെച്ചൂരിക്ക് ഇല്ലാത്ത ആക്ഷേപങ്ങൾ പിണറായി വിജയന് വരുന്നത് നേരത്തെ അങ്ങ് അറിയാതെയാണെങ്കിലും ഒരു പക്ഷേ ഉപയോഗിച്ച BJP-യും പിണറായി വിജയൻ ഞാൻ CPM എന്ന് പറയില്ല. ഇവിടെ ആയുധം കൊടുക്കുന്നത് നിങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് എതിരിൽ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ആയുധം എടുക്കും. ഇപ്പൊ SDPI-യുടെ പിന്തുണ കാര്യത്തിലാവട്ടെ, വയനാട് BJP-യെ പേടിച്ച് ലീഗിന്റെ കൊടി ഉയർത്താതിരിക്കുന്ന, നിങ്ങളുടെ കൊടി പോലും എടുക്കാതിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ സാഹചര്യത്തിലാവട്ടെ, സർ ആയുധം കൊടുക്കും നിങ്ങളല്ലേ? അത് മുഖ്യമന്ത്രി ഏറ്റെടുക്കും, BJP ഏറ്റെടുക്കും, സ്വാഭാവികമല്ലേ അത്? ഇല്ല, ഞാൻ പറയട്ടെ, ഒരിക്കലുമല്ല. ആയുധം ആരെങ്ങനെ തെരഞ്ഞെടുക്കുന്നതിനെ സംബന്ധിച്ചാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചർച്ചകളിൽ മുഴുവൻ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ നടത്തിയിരിക്കുന്ന മുഴുവൻ പ്രസംഗങ്ങളും ഞങ്ങൾ പഠിച്ചു എന്നാണ് CPM-ന്റെ പ്രതിനിധികൾ പറയുന്നത്.
ആ യാത്രയിൽ മുഴുവൻ ഉയർത്തിയ 46 വർഷത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ പിണറായി വിജയൻ പറയുന്നുണ്ടോ? ഈ ദളിതർക്കും അതുപോലെ തന്നെ പിന്നാക്ക വിഭാഗക്കാർക്കും ആദിവാസികളും ഈ സർക്കാരിന്റെ നയരൂപീകരണത്തിൽ പങ്കില്ലാതായതിനെ സംബന്ധിച്ചാണ് അദ്ദേഹം, ഞാൻ ഒരുമാതിരിപ്പെട്ട മുഴുവൻ യാത്രയിലും കൂടെ ഉണ്ടായി അദ്ദേഹം സംസാരിച്ചത് കേട്ട ഒരാളാണ്. പിണറായി വിജയൻ ആ ആയുധം എടുക്കുന്നുണ്ടോ? അതല്ലേ ഈ തെരഞ്ഞെടുപ്പിന്റെ ആയുധം. ഈ ആയുധങ്ങളൊന്നും എടുക്കാതെ അമിത്ഷായുടെ പ്രസ്താവന എടുത്തു വെച്ച് വായിക്കുന്ന പിണറായി വിജയൻ എടുക്കുന്ന ആയുധം BJPക്ക് വേണ്ടിയുള്ള ആയുധമാണ്. അതല്ലെങ്കിൽ ഞാൻ പറയട്ടെ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി ഉപയോഗിച്ചില്ല എന്നുള്ളത് ഇനി തർക്കത്തിന് വേണ്ടി ഈ പറയുകയാണെന്ന് ചോദിച്ചോ, അതൊരു വിഷയമാണെന്ന് പറയാമെന്ന് ചോദിച്ചോ, അങ്ങനെയാണെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയല്ലേ അതിനകത്ത് അതൃപ്തി രേഖപ്പെടുത്തേണ്ടത്? അവരല്ലേ പ്രതിഷേധിക്കേണ്ടത്? അല്ല, അതുകൊണ്ട് പുറത്തുനിന്ന് ആൾ പറഞ്ഞുകൂടാന്നില്ലല്ലോ. പക്ഷെ 24 ആൾക്കാരുണ്ടായിരുന്നല്ലോ. അല്ല രാജു, ഇപ്പൊ പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ വയനാട് എന്ന് പറയുന്ന ആ മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന് വലിയ പ്രാധാന്യമുള്ള വലിയ വോട്ട് ബേസ് ഉള്ള ഒരു മണ്ഡലമാണ്. അവിടെ രാഹുൽ ഗാന്ധിയുടെ വലിയ ഭൂരിപക്ഷത്തിന് മുസ്ലിം ലീഗിന് ചെറുതല്ല വലിയ പങ്ക് അവിടെ ഉണ്ട്. അവരെ കൂട്ടി റോഡ് ഷോ നടത്തുമ്പോൾ അവരുടെ കൂടി വേണ്ട എന്ന് പറയുന്നതിന് നിങ്ങൾ ഈ പറയുന്ന വിദണ്ഡവാദം കൊണ്ട് ന്യായീകരിക്കത്തക്കതാണോ? നിങ്ങൾ പേടിച്ച് കൊടിയെടുത്തില്ല എന്ന നറേറ്റീവിനല്ലേ കൂടുതൽ സ്വീകാര്യത കിട്ടുക രാജു പി നായർ? ഹാഷ്മി, ആ യാത്രയിൽ ഇന്നലെ നടന്ന റോഡ് ഷോയിൽ ശ്രീ PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗിന്റെ മുഴുവൻ സഹോദരന്മാരുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ എങ്ങനെ പ്രചരണം നടത്തും എന്നുള്ളത് കുഞ്ഞാലിക്കുട്ടി സാഹിബും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ നേതാക്കന്മാരും ഒരുമിച്ച് തീരുമാനിച്ചുകൊണ്ട് അവിടെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് ആ ന്യായ് പദ്ധതിയെ സംബന്ധിച്ചിട്ടുള്ള വിശദീകരണം നടത്തുന്ന ഒരു റോഡ് ഷോ ആയി മാറി. അതിനുശേഷം ആദിവാസി ഊരിൽ ചെന്ന് ആ ആദിവാസികളോട് സാമ്പത്തിക നീതിയെക്കുറിച്ചും സാമൂഹിക നീതിയെക്കുറിച്ചും പറഞ്ഞ ഒരു പ്രചരണമാണ് നടത്തി. അപ്പൊ ഞങ്ങളുടെ ഇന്നലത്തെ റോഡ് ഷോ, വയനാട്ടിൽ ഉണ്ടായിരുന്ന പ്രചരണം, അതിനു മുമ്പ് കോൺഗ്രസ് എടുത്തിരിക്കുന്നത് വളരെ കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയമാണ്. ശരി രാജുപിതാർ, പക്ഷേ ആർജവമൊന്നുമില്ലേ? കാര്യം ശരിയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ലീഗിന്റെ കൊടി കാണിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഇറങ്ങി പ്രചരണം നടത്തി എന്നുള്ള വ്യാഖ്യാനിച്ച കള്ളപ്രചരണം ഉണ്ടായി. അതുകൊണ്ട് കൊടിയെടുക്കാൻ പേടിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ഇന്റഗ്രിറ്റി ചോദ്യം ചെയ്യപ്പെടുകയല്ലേ കോൺഗ്രസിന്റെ? അങ്ങനെ ഞങ്ങൾ ഭയക്കുന്നവരല്ല, ഈ കൊടി ഞങ്ങൾ എടുക്കുന്നു, നിങ്ങൾ ആ നറേറ്റീവ് ഇറക്കിയാൽ അത് പൊളിക്കാനുള്ള കരുത്ത് ഞങ്ങൾക്കുണ്ട് എന്ന് പറയല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്? ഹാഷ്മി, കൊടിയെടുക്കാൻ ആര് പേടിക്കുന്നു? അവിടെ ഞാൻ പറഞ്ഞല്ലോ, ഈ തിരഞ്ഞെടുപ്പ് എങ്ങനെ നടക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഞങ്ങൾ അതിനനുസരിച്ചുള്ള മുദ്രാവാക്യങ്ങളും അതിനനുസരിച്ചുള്ള പ്രചരണ രീതികളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഇന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ച മാതിരി AKG സെന്ററിൽ നിന്നാണോ തീരുമാനിക്കേണ്ടത്? അതൊന്നും വേണ്ട. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടുത്തെ പ്രശ്നം ഈ തെരഞ്ഞെടുപ്പിനെ ദുർവ്യാഖ്യാനം ചെയ്ത്, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിനെ ഒരു വർഗീയ ഇതായിട്ട് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് കേരളത്തിൽ അത് തങ്ങൾക്ക് അനുകൂലമാക്കി ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു വൃഥാശ്രമം പിണറായി വിജയൻ നടത്തുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് തുടങ്ങിയല്ലോ. ഇന്നേ വരെ പിണറായി വിജയൻ BJP ആക്രമിക്കുന്നത് കേട്ടോ? ഇവിടെ കോൺഗ്രസിന് ഇല്ലാത്ത വർഗീയതയുടെ ആരോപണങ്ങളും പുകമറകളും ഉണ്ടാക്കി പച്ചക്കള്ളം ഒരു നുണയനെ പോലെ ഈ സംസ്ഥാനത്ത് മുഴുവൻ നടന്നുകൊണ്ട് വസ്തുതകൾ മുന്നിൽ വരുമ്പോഴും താൻ നുണയെ പറയൂ എന്നുള്ള അമിത്ഷായുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് പിണറായി വിജയൻ പോകുന്നതാണ് കാണുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ അജണ്ട എന്താ? ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ അജണ്ട ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാത്ത രീതിയിൽ സാമ്പത്തിക അസമത്വവും സാമ്പത്തിക നയങ്ങളും കൊണ്ട് ജനങ്ങൾ ബുദ്ധിമുട്ടുന്നു. അത് മാത്രമാണ് തെരഞ്ഞെടുപ്പിൽ നമുക്ക് മുന്നോട്ട് വെച്ച് അവരെ സ്വാധീനിക്കാൻ കഴിയുക. ആ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ സാമൂഹിക നീതിക്കും സാമ്പത്തിക നീതിക്കും വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പ് നടത്തിയാൽ ഒരു സംശയവും വേണ്ട, വർഗീയ ശക്തികൾ അറബിക്കടലിലാണ്. പക്ഷെ ആ വർഗീയ ശക്തികൾ പോകരുത്. ഈ തെരഞ്ഞെടുപ്പിനെ വർഗീയമാക്കി മാറ്റണം. അത് BJPയേക്കാൾ വലിയ വർഗീയവാദിയായിട്ട് മാറുന്നു. ഒരു കാരണം കൂടി പിണറായി വിജയൻ പറയണം, അങ്ങനെ കൊടിയാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ എങ്ങനെയാണ് ആ മലപ്പുറത്ത് ചെല്ലുമ്പോൾ ചെമ്പടയോ എന്താ രക്തപതാക എങ്ങനെയാണ് പച്ചപ്പതാകയായി മാറിയത്? എങ്ങനെയാണ് പച്ചപ്പതാകയായി മാറുന്നത്? അപ്പൊ രാഷ്ട്രീയം ഇവരാണ് ആ വർഗീയ രാഷ്ട്രീയം കളിക്കുന്നത്. ശരി, ചോദിക്കാം. രണ്ട് വിഷയങ്ങൾ. ഇവർ എത്ര ആവേശത്തോടെ പറയുന്നത്, രക്തസാക്ഷികളുടെ രക്തത്തിൽ നിന്നുണ്ടാക്കിയ പതാക അല്ലെ, ജയിലിറക്കകത്തെ കൈമുറിച്ച് ആ രക്തത്തിൽ നിന്നുണ്ടാക്കിയ രക്തപതാക, ആ രക്തപതാകതയ്ക്ക് മലപ്പുറത്തിലും എങ്ങനെയാ പച്ചപ്പതാകയായി മാറുന്നത്? പച്ചപ്പതാകയായി മാറുന്നത് ന്യൂനപക്ഷങ്ങളെ അത്തരത്തിലൊന്നും തട്ടിപ്പ് കാണിച്ച് മുന്നോട്ട് പോകാന്ന് വിചാരിക്കരുത്. അല്ല, രക്തപതാക പച്ചപ്പതാക എവിടെയാണ്? CPM-ന്റെ പതാക ഞാൻ കാണിച്ചു തരാം.
ഞാൻ അങ്ങേക്ക് കാണിച്ചുതരാം, ഫോട്ടോ ഞാനിപ്പോൾ എടുത്ത് കാണിച്ചുതരാം. അയച്ചിട്ടു. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ PM ഷോ ഇപ്പോൾ ഇവിടെ SDPI പിന്തുണ പ്രഖ്യാപിച്ചു. അവരിന്ന് ആലോചിച്ചു ഈ പിന്തുണ എടുക്കേണ്ടതുണ്ടോ, ആ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് പ്രഖ്യാപിക്കുന്നു. 1. 2, ഇപ്പോൾ ഈ ലീഗിൻ്റെ കൊടിയെടുക്കാത്തതാണ് പ്രശ്നമെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാവേണ്ടത് ആർക്കാണ്? അത് ലീഗിൻ്റെ നേതാക്കൾക്കാണ്. ഇപ്പം PM പറയുകയാണ് പിണറായി വിജയൻ അധികം ബുദ്ധിമുട്ടേണ്ടതില്ല കാര്യത്തിൽ. ഞങ്ങൾ പോരാടുന്നത് രാജ്യത്തിൻ്റെ ദേശീയ പതാക സംരക്ഷിക്കാനാണ്, നിങ്ങൾ പോരാടുന്നതാവട്ടെ നിങ്ങളുടെ ദേശീയ പദവി സംരക്ഷിക്കാനാണ്. ഒരേ തൂവൽ പക്ഷികളാണ്, ഒരേപോലെ കൂവുന്നു. മറുപടി PM ഷോ. ഈ വരാൻ വേണ്ടി പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിനെ ഇന്ത്യയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരിടുന്നത് കൃത്യമായ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. അത് ഈ രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ജീവിതം ദുസ്സഹമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന കഴിഞ്ഞ 10 വർഷക്കാലത്തെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകൾ, ഈ രാജ്യത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പട്ടിണി, ഈ രാജ്യത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കർഷകാത്മഹത്യകൾ, ഈ രാജ്യത്തെ യുവാക്കൾക്ക് തൊഴിലില്ലാത്തത്, ഈ രാജ്യത്തെ മനുഷ്യർ അസന്തുഷ്ടരായി മുന്നോട്ട് പോകേണ്ടുന്ന സാഹചര്യം, ഈ രാജ്യത്തെ വർഗീയമായി വിഭജിക്കുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ, രാജ്യത്തിൻ്റെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന മതനിരപേക്ഷത, ജനാധിപത്യം, ഫെഡറലിസം ഉൾപ്പെടെയുള്ള ആശയങ്ങൾ ആക്രമിക്കപ്പെടുന്നതിനെതിരെ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇടതുപക്ഷം തീരുമാനിച്ചിട്ടുള്ളത്. ആ നിലയിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട്, കൃത്യമായ രാഷ്ട്രീയ നിലപാടുണ്ട്. ആ രാഷ്ട്രീയ നിലപാട് ഞങ്ങൾ ആവർത്തിച്ച് ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഭയമില്ല. സംഘപരിവാറിനെതിരെ ഭയമില്ലാതെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള ആർജവം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന് രാഷ്ട്രീയമില്ല എന്നുള്ള സ്ഥിതി ഉണ്ടായിട്ട് കഴിഞ്ഞ കുറച്ചധികം നാളുകളായി. അങ്ങനെ രാഷ്ട്രീയമില്ലാത്ത അവസ്ഥ, അതുപോലെ തന്നെ സംഘപരിവാറിനെ ഭയപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലും കൂടെ കേരളത്തിലെ കോൺഗ്രസ് മാറുന്നതിൻ്റെ അനുഭവമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അടക്കം പശ്ചാത്തലത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ SDPIയുടെ നേതാവ്, SDPIയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ UDF-നുള്ള അവരുടെ പിന്തുണ അറിയിച്ചു. കഴിഞ്ഞ 3 ദിവസത്തിനുള്ളിൽ ആർജവത്തോടു കൂടി ഞങ്ങൾക്ക് ഒരു വർഗീയ ശക്തിയുടെയും പിന്തുണ വേണ്ട, ഒരു വർഗീയ ശക്തിയുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നതിന് ആർജവമുള്ള ഒരു കോൺഗ്രസിൻ്റെയോ ഒരു UDF-ൻ്റെയോ നേതാക്കളെ നമ്മൾ കണ്ടില്ല. കൃത്യമായിട്ട് അതിനെതിരായിട്ടുള്ള വികാരം UDF സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ KPCC പ്രസിഡന്റ് ഉൾപ്പെടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ആ തെറ്റായ നിലപാടിനെതിരായിട്ടുള്ള വലിയ രോക്ഷം ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതിൻ്റെ തുടർച്ചയിൽ പൊതുസമൂഹത്തിന് മുൻപിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഘട്ടം എത്തുമ്പോഴാണ് ഇന്ന് മാധ്യമങ്ങളെ കണ്ട് കഴിഞ്ഞ 3 ദിവസം പറയാതിരുന്ന പ്രതിപക്ഷ നേതാവ് ഇന്ന് പറയുകയാണ് ഞങ്ങൾക്ക് SDPI തരാമെന്ന് പറഞ്ഞ പിന്തുണ വേണ്ട, പക്ഷെ ഞങ്ങൾക്ക് വോട്ട് വേണം. പിന്തുണ വേണ്ട, ഞങ്ങൾക്ക് വോട്ട് വേണം SDPIയുടെ എന്ന് പറയുന്ന വേണ്ടണം നിലപാടാണ് കേരളത്തിനകത്തെ കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. ഇങ്ങനെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിന് ശേഷം വിവിധ UDF സ്ഥാനാർത്ഥികൾ, ഇപ്പോൾ കൊല്ലത്ത് NK പ്രേമചന്ദ്രൻ UDF-ന് അങ്ങനെ ഒരു തീരുമാനമില്ല, എനിക്ക് വോട്ട് വേണം SDPIയുടെ എന്നാണല്ലോ പറഞ്ഞത്. അതേപോലെ തന്നെ തൃശ്ശൂരിലെ UDF-ന്റെ സ്ഥാനാർത്ഥി SDPIയുടെ വോട്ട് ഞങ്ങൾക്ക് വേണം എന്ന നിലപാടാണല്ലോ സ്വീകരിച്ചത്. അങ്ങനെ ഈ കൃത്യമായിട്ടുള്ള നിലപാടില്ലാതെ SDPIയുമായി ഏത് വർഗീയ ശക്തിയുമായും തെരഞ്ഞെടുപ്പ് ലാഭത്തിന് വേണ്ടി സന്ധി ചെയ്യുന്ന, ധാരണയുണ്ടാക്കുന്ന നിലയിലേക്ക് കേരളത്തിലെ കോൺഗ്രസിന്റെ രാഷ്ട്രീയം അധപതിച്ചു എന്നുള്ളതാണ് വളരെ കൃത്യമായിട്ടുള്ള ധാരണ. പിന്തുണാ പ്രഖ്യാപനങ്ങൾ നേരത്തെ ഉണ്ടായിട്ടില്ലേ? അത് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിൽ അങ്ങനെ പിന്തുണാ പ്രഖ്യാപനങ്ങൾ നേരത്തെ ഉണ്ടായിട്ടില്ലേ? ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾക്ക് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ലേ? ആർഷോ, അന്ന് നിങ്ങൾ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പൂർത്തീകരിച്ചോട്ടെ. ഞാൻ പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിൽ, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വളരെ പരസ്യമായി ഈ ധാരണ, ഈ സഖ്യം മുന്നോട്ട് പോയതിന്റെ അനുഭവം നമ്മുടെ മുൻപിലുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങൾക്ക് മുൻപാണ് ഈ കേരളത്തിനകത്തെ ഈ UDF-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരായിട്ടുള്ള ET മുഹമ്മദ് ബഷീർ സാഹിബ്, അതേപോലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടി, ഇവർ പോപ്പുലർ ഫ്രണ്ടിന്റെയും അതേപോലെ തന്നെ SDPIയുടെയും സംസ്ഥാന അധ്യക്ഷന്മാരുമായിട്ട് കൊണ്ടോട്ടിയിൽ KTDCയുടെ ഹോട്ടലിനകത്ത് റൂമെടുത്തിരുന്ന് 1 മണിക്കൂർ ചർച്ച നടത്തി ധാരണയുണ്ടാക്കിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. കൃത്യമായിട്ടുള്ള ധാരണ വർഗീയ ശക്തിയുമായി SDPIയും ജമാഅത്തെ ഇസ്ലാമിയും ഒരേ തുലാസിൽ കാണുന്നവരാണല്ലോ CPM. SDPIയും ജമാഅത്തെ ഇസ്ലാമിയും ഒരേ തുലാസിൽ കാണുന്നവരാണല്ലോ ഇപ്പൊ CPM അല്ലേ? അവർ മതരാഷ്ട്രവാദികളാണ്, അവർ ദുരാഷ്ട്രവാദികളാണ് അല്ലേ? കേരളത്തിലെ ഇടതുപക്ഷം വളരെ ശക്തമായി, വളരെ കൃത്യമായി നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയുടെ, SDPIയുടെ, RSSന്റെ വോട്ട്, ഒരു വർഗീയവാദിയുടെയും വോട്ട്
അത് പഞ്ചായത്തിലേക്ക് സർ, ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾക്ക് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച നാളുകളിൽ ദേശാഭിമാനി അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ പ്രശ്നമില്ലായിരുന്നു എന്നാണ് ചോദ്യം. ഞങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഒരു വർഗീയ ശക്തിയുടെയും വോട്ട് നേടിക്കൊണ്ട് ഇല്ല സർ, ഈ സമാന സാഹചര്യമാണ്. ഒരു വർഗീയ ശക്തിയുടെയും വോട്ട് ഈ സമാന സാഹചര്യമാണ്. SDPI കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിക്കും പോലെ VS സർക്കാർ അധികാരത്തിൽ വന്ന 2006 2016 ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചതാണ്. 2006 കുറ്റിപ്പുറത്ത് KT ജലീലിന് വേണ്ടി പരസ്യ പ്രചാരണത്തിനിറങ്ങിയാണ് ജമാഅത്തെ ഇസ്ലാമി. പിണറായി വിജയനും ജമാഅത്ത് അമീറിനെ നേരിൽ പോയി അങ്ങോട്ട് പോയി കണ്ടതാണ്. പറഞ്ഞു പൂർത്തീകരിക്കുന്നതിന് വേണ്ടി എന്നെ പറഞ്ഞു പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ അനുവദിക്കണം. എന്നെ പറഞ്ഞു പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ അനുവദിക്കണം. പറയൂ ഹർഷ, പറയൂ. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ചർച്ച നടത്തിയാൽ മതി. അല്ല ഹർഷ പറഞ്ഞു പൂർത്തിയാക്കും. എന്റെ ചോദ്യത്തിന് മറുപടി വേണമെന്നുള്ളൂ. ഇതിനു മുൻപ് കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞ വാദത്തിന് മറുപടി പറയുന്നതിന് വേണ്ടി കൂടിയല്ല ഞാൻ അവിടെ ഇരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്റെ അവകാശമല്ലേ ഇത്, ഉറപ്പായിട്ടല്ലേ ഞാൻ വന്നിട്ടുള്ളത്. അത് പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. ഈ നിലക്കുള്ള അസഹിഷ്ണുത കാണിക്കേണ്ടതില്ല. അപ്പൊ ഈ നിലയിൽ രാഷ്ട്രീയമില്ലാത്ത നിലയിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സൂചിപ്പിക്കപ്പെട്ടു വയനാട്ടിലെ വിഷയവുമായി ബന്ധപ്പെട്ട് ഭയമാണെന്ന് RSS ഈ രാജ്യത്ത് സൃഷ്ടിക്കുന്ന നരേറ്റീവുകൾക്കെതിരെ ആ നരേറ്റീവുകളെ രാഷ്ട്രീയമായി പൊളിക്കുന്നതിന് വേണ്ടി, രാഷ്ട്രീയമായി പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശേഷി തങ്ങൾക്കില്ല, ആർജവം തങ്ങൾക്കില്ല എന്ന് ആവർത്തിച്ച് കോൺഗ്രസ് വെളിപ്പെടുത്തുന്നതിന്റെ ഉദാഹരണമല്ലേ വയനാട്ടിൽ ഈ പറഞ്ഞ പോലെ ലീഗിന്റെ പതാക, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പതാക രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന പരിപാടികൾക്കകത്ത് വേണ്ട എന്ന നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. അതിന്റെ തുടർച്ചയിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി പറയുക, അല്ലെങ്കിൽ ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത്ര ഞങ്ങൾക്കില്ലാത്ത വിഷമം നിങ്ങൾക്ക് എന്തിനാണ്? നമുക്കറിയാം ഈ ലീഗിനെ സംബന്ധിച്ച് അവർ UDF-നകത്തുള്ള അടിമത്വം പരമാവധി ആസ്വദിച്ചോട്ടെ. അത് അവരുടെ കാര്യമല്ല, അത് ഞങ്ങളുടെ കാര്യമല്ല, അവർ ആസ്വദിച്ചോട്ടെ. പണ്ട് അടിമത്വം അവസാനിപ്പിക്കപ്പെടുന്ന ഘട്ടത്തിൽ, അമേരിക്കയിൽ അടിമത്വം അവസാനിപ്പിക്കപ്പെടുന്ന ഘട്ടത്തിൽ അടിമകളായിരുന്ന ചില മനുഷ്യര് സമരം നടത്തിയതിന്റെ അനുഭവം ലോകത്തിന്റെ മുൻപിലുണ്ട്. അന്ന് ഒരു കൂട്ടം അടിമകളായ മനുഷ്യർ നടത്തിയ സമരത്തിൽ ഉയർന്ന മുദ്രാവാക്യം ഞങ്ങളുടെ യജമാനന്മാരെ ഞങ്ങൾക്ക് തിരിച്ചു തരൂ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ലോക ചരിത്രമൊക്കെ നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ ലീഗ് അടിമത്തം ആസ്വദിക്കുന്നതിനകത്ത്, അല്ലെങ്കിൽ അവരുടെ ഐഡന്റിറ്റി, ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഐഡന്റിറ്റിയാണല്ലോ അവരുടെ പതാക. അപ്പൊ ആ ഐഡന്റിറ്റി പണയപ്പെടുത്തുന്നതിൽ ലീഗിന് യാതൊരു തരത്തിലുള്ള വിഷമമില്ല എന്നുണ്ടെങ്കിൽ, എന്നാൽ അതിനുള്ള രാഷ്ട്രീയം, അതിനുള്ള സംഘപരിവാർ നരേറ്റീവിനെ പൊളിക്കുന്നതിന് വേണ്ടിയുള്ള ആർജവം കേരളത്തിലെ കോൺഗ്രസിനില്ല, UDF-നില്ല എന്നുള്ളത് ആവർത്തിച്ച് തെളിയിക്കുന്നതാണ് വയനാട്ടിലെ അനുഭവം. ഇനി ഹാഷ്മി പറഞ്ഞ ഹാഷ്മിയോട് വീണ്ടും ആവർത്തിച്ച് ഞാൻ പറയുന്നു, ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും SDPI ആണെങ്കിലും RSS ആണെങ്കിലും ഒരേ തൂവൽ പക്ഷികൾ. 2006 2016 ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചതാണ്. അതിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നിട്ടില്ല. അവരുടെ സാഹിത്യങ്ങൾ, അവരുടെ വിവാദം, അവരുടെ മൗദൂദിസം ഒക്കെ അങ്ങനെ തന്നെയുള്ള കാലത്തും ഞാൻ വായിക്കാം. 96 ഏപ്രിൽ 22 തിങ്കളാഴ്ച ദേശാഭിമാനിയുടെ മുഖപ്രസംഗമാണ് കേട്ടോ. തെറ്റാണെങ്കിൽ താങ്കൾ തിരുത്താം. എന്ന് പറഞ്ഞാൽ മതനിരപേക്ഷ ശക്തികൾ നടത്തിപ്പോയിരുന്ന പ്രക്ഷോഭ സമരങ്ങൾ ആ ശക്തികളുടെ രാഷ്ട്രീയ അടിത്തറ കൂടുതൽ വ്യാപ്തമാക്കുന്നതുമാണ്. ആശാവഹവും ആവേശകരവുമായ ഈ പ്രക്രിയ ത്വരിതപ്പെടുന്ന 2 സംഭവവികാസങ്ങൾ കഴിഞ്ഞുപോയ വാരത്തിന്റെ അന്ത്യനാളുകളുണ്ടായി. വരുന്ന പൊതുതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് കേരളത്തിലെ ക്രിസ്തുമത പുരോഹിതന്മാരും ജമാഅത്തെ ഇസ്ലാമിയും കൈക്കൊണ്ട തീരുമാനങ്ങളാണ് വിവക്ഷ. നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചതിന് ദേശാഭിമാനി മുഖപ്രസംഗത്തിൽ വാഴ്ത്തിപ്പോഴ്ത്തുന്നതാണ് ഹർഷോ. അപ്പൊ അന്നറിയില്ലേ ഈ ജമാഅത്തെ ഇസ്ലാം ഇത്ര ഭീകര സംഘടനയാണെന്ന് നിങ്ങൾക്ക്? ശ്രീ ഹാഷ്മി ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടും SDPI-യുമായി ബന്ധപ്പെട്ടും RSS-യുമായി ബന്ധപ്പെട്ടും ഞങ്ങളുടെ നിലപാട് ഞാൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ജമാഅത്ത് ഇസ്ലാമി അമീറിനെ പിണറായി വിജയൻ അങ്ങോട്ടേക്ക് പോയി കണ്ടിട്ടുണ്ടറിയോ ആശ്രയിക്കുക? അവർ വർഗീയ സംഘടനയാണ്. സർ, ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിനെ പിണറായി വിജയൻ അങ്ങോട്ടേക്ക് പോയി അവരുടെ ഓഫീസിൽ കണ്ടു, തെറ്റാണോ? ആ നിലപാടാണ് ഹാഷ്മിക്ക് അറിയേണ്ടത് എങ്കിൽ ആ നിലപാട് ഞാൻ പറഞ്ഞു. സർ, നിലപാട് ചുമ്മാ പറഞ്ഞുകൊണ്ടൊരു കാര്യമുണ്ടോ? ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിനെ പിണറായി വിജയൻ അങ്ങോട്ടേക്ക് പോയി അവരുടെ ഓഫീസിൽ കണ്ട കാലമുണ്ട്. അതിന് ചിത്രമടക്കം പുറത്തുണ്ട്. തെറ്റിപ്പോയോ അത് ഹർഷോ? പ്രിയപ്പെട്ട ഹാഷ്മി, നിങ്ങൾ ചോദിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഇടതുപക്ഷത്തിന്റെ നിലപാട് എന്ത് എന്നുള്ളത് ഞാൻ ആവർത്തിച്ചു പറഞ്ഞു. നിലപാട് തരാതരമാവാൻ പാടുണ്ടോ? എനിക്കറിയാവുന്ന ഭാഷയിൽ എനിക്ക് പറയാൻ വേണ്ടി കഴിയും. നിലപാടാവാൻ പാടുണ്ടോ? 2006 2014 നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കും ജമാഅത്തെ ഇസ്ലാം മഹത്തായ പാർട്ടി.
നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യം തിരിഞ്ഞു കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി അതിഭീകരമായ ഭീകരവാദികൾ, തീവ്രവാദികൾ, RSSുമായി ചേരുന്ന എന്താണ് വിദ്രോഹ ശക്തികൾ, അങ്ങനെയുണ്ടോ? അതിനെ തരാതരം നിലപാടെന്നല്ലേ പറയുക? ശരി, ഞാൻ എത്താം ശ്രീ ഹർഷോ. ശ്രീ യുവരാജ് ഗോകുൽ, ഇവിടെ ഇപ്പോൾ ശ്രീ കെ സുരേന്ദ്രൻ പറയുകയാണ്, ഇപ്പോൾ ഞങ്ങളുടെ പതാക ഉയർത്തിപ്പിടിക്കുന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു, ഞങ്ങൾ ഭാരത് മാതാ കീ ജയ് വിളിക്കും, അതിൽ നിന്നും ഞങ്ങളെ തടയാൻ ആർക്കും സാധിക്കില്ല. എങ്ങനെയാണെന്ന് ലീഗ് അവരുടെ പതാക സമാധാനമായി അവിടെ പൊക്കിപ്പിടിക്കുക? നിങ്ങൾ ഉത്തരേന്ത്യയിൽ നടത്തുന്ന വിഷപ്രചരണത്തെ എങ്ങനെയാണ് ചെറുക്കാൻ കഴിയുക? ശ്രീ യുവരാജ് ഗോകുൽ, അപ്പോൾ ഇവിടെ കെ സുരേന്ദ്രൻ ആർജവം കാണിക്കുമ്പോൾ നിങ്ങൾ തന്നെ കാണിക്കുന്ന വിദ്വേഷ പ്രചരണത്തിലാണ് ലീഗ് കൊടിയുയർത്തിയില്ലെങ്കിൽ അവർക്ക് ആർജവം നഷ്ടപ്പെട്ടുണ്ടാവുക. യുവരാജ് ഗോകുൽ, അല്ല, ഒരു തെരഞ്ഞെടുപ്പാവുന്ന സമയത്ത് പലതരത്തിലുള്ള പ്രചരണങ്ങളും പലതരത്തിലുള്ള ക്യാമ്പയിൻസും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെ അവർക്ക് അവരവരുടേതായ നിലയിൽ പ്രതിരോധിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അവരതിന് ഞങ്ങളോട് വന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവും. സ്വാഭാവികമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് തെരഞ്ഞെടുപ്പിൻ്റെതായ ഭാഗമായിട്ട് എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ നരേന്ദ്രമോദിയെ കയറി ബൗദ്ധ്യ സൗദാഗർ എന്ന് സോണിയാഗാന്ധി വിളിച്ചില്ലേ, ഞങ്ങളതിനെ പ്രതിരോധിച്ചില്ലേ. ഞങ്ങളുടെ പ്രധാനമന്ത്രിയെ കയറി കള്ളനാണ് എന്ന് വിളിച്ചില്ലേ കഴിഞ്ഞ തവണ, ചൗക്കിദാർ ചോറെ എന്ന് വിളിച്ചില്ലേ, ഞങ്ങളതിനെ പ്രതിരോധിച്ചില്ലേ. അതുപോലാണ് ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ രജിസ്റ്റർ ചെയ്ത് വർഷങ്ങളായി ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി, പാകിസ്ഥാനിലെ പാർട്ടിയാണ് നിങ്ങൾ പ്രചരണം നടന്നത്. അതുപോലെയാണോ യുവരാജ് ഗോകുൽ? മര്യാദകേടല്ലേ ഒറ്റവാക്കിൽ? അല്ല, മുസ്ലിം ലീഗ് പാകിസ്ഥാനിലെ പാർട്ടിയാണെന്ന് ഞങ്ങൾ പ്രചരണം നടത്തിയിട്ടില്ലല്ലോ. ഉണ്ടല്ലോ, ഞങ്ങൾ പറഞ്ഞു പാകിസ്ഥാനിലെ പാർട്ടിയാണെന്ന് ഞങ്ങൾ പ്രചരണം നടത്തിയിട്ടില്ലല്ലോ. പറഞ്ഞല്ലോ പാകിസ്ഥാനിലെ പാർട്ടിയാണെന്നൊന്നും പറഞ്ഞില്ല. പാകിസ്ഥാന്റെ വാക്ക് ഉപയോഗിച്ചിട്ടില്ല നിങ്ങൾ? പാകിസ്ഥാന്റെ വാക്ക് ഉപയോഗിച്ചിട്ടില്ല നിങ്ങൾ? അല്ല, പാകിസ്ഥാനിലെ കൈൻഡ് ഓഫ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പച്ചക്കൊടി കണ്ടാൽ പാകിസ്ഥാൻ കൈൻഡ് ഓഫ് അറ്റ്മോസ്ഫിയർ ഉണ്ടാകുമെന്ന് പറയുന്ന അമിത്ഷായ്ക്ക് പറയാം അല്ലേ? പച്ചക്കൊടി മാത്രമല്ല, പച്ചക്കൊടി കണ്ടാൽ ആ പച്ചക്കൊടിയിലെ റാലി കണ്ടാൽ അത് പാകിസ്ഥാനാണോ ഇന്ത്യ തന്നെയാണോ എന്ന് സംശയമുണ്ടെന്ന് പറയുന്നത് അമിത്ഷായാണ്, നിങ്ങളുടെ ഏതെങ്കിലും താഴെയുള്ള സൈബർ പോരാളിയല്ല. അതെ, അതിലേക്ക് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതിന്റെ കാരണമുണ്ട്. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ നിലവിൽ നോക്കൂ, SDP പിന്തുണ അവർ വേണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ട് 3 ദിവസം എടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ തവണ SDP ആർക്കായിരിക്കും പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുക എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് നമുക്ക് വലിയ സംശയമൊന്നും ഉണ്ടാവേണ്ട കാര്യമൊന്നുമില്ലല്ലോ. കഴിഞ്ഞ തവണയും അവർ ഇന്ത്യയിൽ മൊത്തത്തിൽ ഏതാണ്ട് 15 സ്ഥലത്ത് മാത്രം എന്താണ് സ്ഥാനാർത്ഥിയെ നിർത്തി, അതും വഴിപാട് പോലെ ചില സ്ഥലങ്ങളിൽ നിർത്തിയെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെ നിൽക്കുന്ന ആൾക്കാർ മുസ്ലിം ലീഗുകാരാണോ, അവിടെ നിൽക്കുന്ന ആൾക്കാർ SDP-കാരാണോ, അവിടെ നിൽക്കുന്ന ആൾക്കാർ ജമാഅത്തെ ഇസ്ലാമിക്കാരാണോ എന്ന് ഞങ്ങൾക്ക് എങ്ങനെയാണ് അറിയുക ഇവരൊക്കെ ആരൊക്കെയാണെന്നുള്ള കാര്യം? ഇവർ പലരുടെ ഭാഗത്ത് നിന്ന് പിന്തുണ സ്വീകരിക്കുന്നുണ്ടെന്നേ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള അവര് ഒരു സ്ഥലത്ത് നിന്ന് ഒളിച്ചോടി മറ്റൊരു സ്ഥലത്തേക്ക് വരുന്നു. അവിടെ വരുമ്പോൾ പോലും നോക്കൂ, രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം കർണാടകത്തിൽ എത്ര സീറ്റുണ്ട്? 28 സീറ്റുണ്ട്. അവിടെ എവിടെ വേണമെങ്കിലും മത്സരിക്കാമായിരുന്നു. തമിഴ്നാട്ടിൽ മത്സരിക്കാമായിരുന്നു. കേരളത്തിൽ തന്നെ മറ്റു പല സ്ഥലങ്ങളിലും മത്സരിക്കാമായിരുന്നു. പക്ഷെ സാമുദായികമായ പരിഗണനകളൊക്കെ നോക്കി വളരെ കൃത്യമായി പർട്ടിക്കുലർ വിഭാഗം തന്നെയാണെന്ന് ഉറപ്പിച്ചിട്ട് അത് യുവരാജ് ഗോകുലിന് തോന്നുന്നുണ്ടോ? അപ്പോൾ അല്ല, യുവരാജ് ഗോകുലിന് തോന്നുന്നുണ്ടോ വയനാട് കാണുമ്പോൾ പാകിസ്ഥാൻ തോന്നുന്നുണ്ടോ? അറിയാന്നേ അവർ SDP-കാരാണോ പോപ്പുലർ ഫ്രണ്ടുകാരാണോ നമുക്ക് എങ്ങനെ അറിയാന്നേ? എങ്ങനെ മനസ്സിലായില്ല? അതായത് മുസ്ലിം ലീഗിന്റെ കൊടിയാണെന്ന് അമിത്ഷായ്ക്ക് അറിയില്ല, അങ്ങനെയാണോ? SDP-കാരാണോ? അതായത് മുസ്ലിം ലീഗിന്റെ കൊടിയാണ് അത് എന്ന് അന്ന് അമിത്ഷായ്ക്ക് അറിയില്ല, അങ്ങനെയാണോ? ലീഗിനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടേ ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാണ് പാകിസ്ഥാൻ പരാമർശം ഉണ്ടാവുന്നത്? പിന്നെ എങ്ങനെയാണ് ഇത് ഇന്ത്യയാണോ പാകിസ്ഥാനോ സംശയം ഉണ്ടാകുന്ന? നമ്മുടെ പ്രിയങ്കരനായ ആഭ്യന്തരമന്ത്രിക്ക് അവിടെ 4 മുസ്ലിം ലീഗിന്റെ കൊടി കാണുമ്പോഴേക്കും ഇത് ഇന്ത്യയാണോ പാകിസ്ഥാനാണോ സംശയം ഉണ്ടാകുന്നത് എങ്ങനെയാണ് യുവരാജ് ഗോകുൽ? അല്ലെങ്കിൽ അതെ, അത് കൈൻഡ് ഓഫ് അറ്റ്മോസ്ഫിയറിനെ കുറിച്ചിട്ട് മാത്രമല്ലേ പറയുന്നുള്ളൂ. കൈൻഡ് ഓഫ് അറ്റ്മോസ്ഫിയർ അല്ല പറയുന്നത്, സംശയം ഉണ്ട് അമിത്ഷായ്ക്ക് അവിടെ ഇന്ത്യയാണോ പാകിസ്ഥാനാണോ സംശയം ഉണ്ടാവുകയാണ് ആ സമയത്ത്. അവര് ജമാഅത്തെ ഇസ്ലാമിക്കാരാണോ പച്ച കള്ളപ്രചരണം നിങ്ങൾ നടത്തി ഇല്ല എന്നുള്ള കാര്യം നമ്മളെങ്ങനെയാണെന്ന് അറിയാം. അമിത്ഷായ്ക്ക് സംശയം ഉണ്ടായി, തീർച്ചയായിട്ടും നടത്തി. കാരണം ഒരു പിന്തുണ വേണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ട് 3 ദിവസം എടുത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ആരുടെയൊക്കെ പിന്തുണ സ്വീകരിക്കുന്നുണ്ട് ഇല്ല നമുക്ക് എങ്ങനെ അറിയാം? കഴിഞ്ഞ കർണാടക തെരഞ്ഞെടുപ്പ് സമയത്ത് രാജ്മോഹൻ ഉണ്ണിത്താൻ പരസ്യമായിട്ട് ചെന്ന് പോപ്പുലർ ഫ്രണ്ടുകാരോട് SDP-കാരോടൊക്കെ പറയുന്നുണ്ടായിരുന്നില്ലേ, എല്ലാ വോട്ടും ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞിട്ട്. അല്ല, SDP ഇന്നലെ കെ സുരേന്ദ്രൻ പറയുന്നു, ഇന്ന് സ്മൃതി ഇറാനി പറയുന്നു ഇത് രാജ്യദ്രോഹമാണ്, രാജ്യദ്രോഹി ടെററിസ്റ്റ് സെപ്പറേറ്റിസ്റ്റ് എന്നൊക്കെ പറയുകയാണ്. SDP നിരോധിക്കാത്ത എന്താണ്? SDP ഒരു രജിസ്റ്റേർഡ് രാഷ്ട്രീയ പാർട്ടിയാണ്. ആ രജിസ്റ്റേർഡ് രാഷ്ട്രീയ പാർട്ടിയെ നിരോധിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന് അധികാരമില്ല. കാരണം ഇപ്പോൾ അതൊരു ടെക്നിക്കൽ ക്ലോസ് മാത്രമാണ്. കാരണം ഹാഷ്മി, ഒരു രാഷ്ട്രീയ പാർട്ടിയെ നിരോധിക്കാൻ വേണ്ടി കേന്ദ്രം ഭരിക്കുന്നത് അത് ആരും ആയിക്കൊണ്ട് വേണം, അല്ല ഞാൻ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യട്ടെ, ആരും ആയിക്കൊണ്ട് പോട്ടെ, കേന്ദ്രം ഭരിക്കുന്നത് BJP-യോ കോൺഗ്രസോ അല്ലെങ്കിൽ ഇനി 3ാം മുന്നണി ആരും ആയിക്കൊണ്ട് പോട്ടെ, അവർക്കൊരു സുപ്രഭാതത്തിൽ തോന്നുന്നു ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും അങ്ങ് നിരോധിച്ച് കളഞ്ഞേക്കാം എന്തെങ്കിലും എന്ന് പറഞ്ഞ് അങ്ങ് നിരോധിച്ച് കളഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ അതൊരു പരിരക്ഷ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും തീവ്രവാദ പാർട്ടിയാണെന്ന നിലപാട് BJP-ക്ക് ഉണ്ടോ? ഉണ്ട്.
എന്നിട്ട് അതിനെ നിരോധിക്കാൻ എന്തെങ്കിലും നീക്കം കേന്ദ്രം നടത്തിയിട്ടുണ്ടോ ഇതുവരെ? അല്ല, അത് കൃത്യമായിട്ട് റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ രജിസ്ട്രേഷന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് അതുകൊണ്ട് തന്നെ ഒരു ടെക്നിക്കലി നിരോധിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അങ്ങനെ ഒഴിഞ്ഞാൻ കഴിയില്ല. അങ്ങനെ ടെക്നിക്കൽ പറഞ്ഞ അങ്ങനൊന്നും അല്ല എന്ന് പറഞ്ഞ ഇലക്ഷൻ കമ്മീഷനും അല്ല കഴിയില്ല. ഞാൻ പറയാം, താങ്കൾക്കറിയില്ല, ഞാൻ പറഞ്ഞുതരാം എങ്ങനെ പ്രൊസീജിയർ. ഇലക്ഷൻ കമ്മീഷനും ഒരു പാർട്ടി രജിസ്റ്റർ ചെയ്ത പാർട്ടി ഡീരജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല. അത് ജുഡീഷ്യൽ പ്രോസസ്സിലോട്ട് പോകേണ്ടി വരും. അതിന് ആദ്യം മൂവ് ചെയ്യേണ്ടത് MHA ആണ് എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ ആഭ്യന്തര വകുപ്പാണ് മൂവ് ചെയ്യേണ്ടത്. MHA SDP കുറിച്ച് എന്തെങ്കിലും റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോ ഇലക്ഷൻ കമ്മീഷൻ രാജ്ഗോകുൽ? MHA ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കേണ്ടതുപോലെ അറിയിച്ചിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SDP-യുടെ SDP നേതാക്കളോട് വളരെ വ്യക്തമായിട്ട് അവരെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അവരുടെ രജിസ്ട്രേഷൻ പ്രോസസ്സിനകത്ത് PFI-യുമായിട്ട് നേരിട്ട് ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഒന്നും തന്നെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവരെ തൽക്കാലത്തേക്ക് പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറഞ്ഞിട്ടുള്ളത്. സാർ, ഇലക്ഷൻ കമ്മീഷൻ അന്വേഷണ ഏജൻസിയാണോ? ഇലക്ഷൻ കമ്മീഷൻ അന്വേഷണ ഏജൻസി അല്ല. ഇലക്ഷൻ കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കുന്ന അന്വേഷണ ഏജൻസി ആരാണ്? അത് ആഭ്യന്തര വകുപ്പാണ്, MHA ആണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വിഷയത്തിൽ സാർ അങ്ങനെ പറഞ്ഞു ഒഴിയാൻ പറ്റുമോ? ഇപ്പൊ നിങ്ങൾ പറയുന്നു തീവ്രവാദികളാണ്, സെപ്പറേറ്റിസ്റ്റുകളാണെന്ന് പറയുന്നു. ഇലക്ഷൻ കമ്മീഷൻ ഒരു രജിസ്ട്രേഷൻ ഉണ്ടെന്ന് കരുതി. സാർ ഒരു മിനിറ്റ് രാജു. ഇലക്ഷൻ കമ്മീഷൻ അവർക്ക് രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടെന്ന് കരുതി എന്ത് തീവ്രവാദ പ്രവർത്തനവും സെപ്പറേറ്റിസവും ഇപ്പം അവർ തമിഴ്നാട്ടിൽ മത്സരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഒരു സെപ്പറേറ്റിസ്റ്റ് തീവ്രവാദി ജയിച്ചാൽ ലോക്സഭയിലേക്ക് വരും. കേന്ദ്രത്തിൽ നിന്നും ചെയ്യാനില്ലേ? അതാണ് ഞാൻ പറയുന്നത്. MHA റിപ്പോർട്ട് കൊടുക്കണം. യുവരാജ് പോലും പറയാൻ കഴിയുമോ SDP-ക്കെതിരെ MHA റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെന്ന്? പോപ്പുലർ ഫ്രണ്ടിന്റെ ഔട്ട്ഫിറ്റുകൾ ഇന്നതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് വളരെ കൃത്യമായിട്ട് തന്നെ എല്ലാവർക്കും എതിരായിട്ട് റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. അവർ പോപ്പുലർ ഫ്രണ്ടുമായിട്ട് ബന്ധപ്പെടുന്ന ആക്ടിവിറ്റികളിൽ ഒന്നിലും തന്നെ അവർ ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അതിനുശേഷമുള്ള അവരുടെ ഡെവലപ്മെന്റ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അവർക്ക് ഇവിടെ പ്രവർത്തിക്കാൻ സാധിക്കില്ല. അപ്പോൾ PFI SDP-ക്ക് ബന്ധമില്ല എന്ന് താങ്കൾ പറയാണ്. അതേ വാക്കുകൊണ്ട് തന്നെ തീവ്രവാദികളെ വിളിക്കുകയും ചെയ്യാണ്. അതെങ്ങനെയാണ് ബന്ധമില്ല എന്നല്ല പറഞ്ഞത്. PFI-യുടെ ഔട്ട്ഫിറ്റ് തന്നെയാണ് SDP എന്നുള്ളത്. പക്ഷേ PFI നിരോധനത്തിന് ശേഷം അവരെ വളരെ മറ്റൊരു തലത്തിലാണ് അവരിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ തീവ്രവാദ സ്വഭാവം പോയത് ഒരു തീവ്രവാദികളല്ല എന്നല്ല പറഞ്ഞത്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ടെക്നിക്കലി അവർ രാജ്യത്തിന്റെ കേന്ദ്രമന്ത്രിമാർ BJP-യുടെ പ്രധാനപ്പെട്ട നേതാക്കൾ പറയുന്നു SDP തീവ്രവാദ സംഘടനയാണ്. അവർ സെപ്പറേറ്റ് ആരാണ് പറയുന്നത്? ജമ്മു കാശ്മീരിൽ PDP-യുമായി സഖ്യം ചേർന്ന് ഭരിച്ച നിങ്ങളാണ് കേട്ടോ പറയുന്നത്. അതുപോട്ടെ, അത് വേറെ തമാശ. അവർ സെപ്പറേറ്റിസ്റ്റുകളാണ്. രാജ്യത്തിന് ഭീഷണിയല്ലേ? അവർ രാജ്യത്തിന് ഭീഷണിയല്ലേ? രാജ്യത്തിന് ഭീഷണിയായ ഒരു സംഘടനയെ കുറിച്ച് MHA ഒരു ചുക്കം ചെയ്യാതെ എന്തുകൊണ്ടാണ്? സാർ ഒരു മിനിറ്റ് സാർ, ഒറ്റ മിനിറ്റ് സാറേ. എങ്ങനെ ജമ്മു കാശ്മീരിലെ ജമ്മു കാശ്മീരിലെ PDP കേരളത്തിലെ PDP രണ്ടല്ലേ? സാർ, ഇവിടുത്തെ PDP-യേക്കാൾ ഭീകരമാണ് അവിടുത്തെ PDP. വിഘടനവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന PDP ആണ് അവിടെ. അവരുമായി നിങ്ങൾ സഖ്യം ചേർന്ന് ഭരിച്ചു. വിഘടനവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് അവിടുത്തെ PDP. അവരുമായി നിങ്ങൾ സഖ്യം ചേർന്ന് ഭരിച്ചവരാണ്. എന്ത് ലക്ഷ്യം? എന്ത് ലക്ഷ്യം? ഭരിക്കുക എന്ന ലക്ഷ്യമായിരുന്നു. ഭരിക്കുക എന്ന ലക്ഷ്യമായിരുന്നു. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായപ്പോഴേക്കും ആ സഖ്യം പിൻവലിച്ചു. അവസരവാദത്തെ നിങ്ങൾ പറയല്ലേ? അത് നമ്മുടെ വിഷയമല്ല. നമ്മുടെ വിഷയം ഇത്രത്തോളം ഭീകരവാദികളാണ് അവരെങ്കിൽ, ഇത്രത്തോളം രാജ്യത്തിന് ഭീഷണി ഒന്നുമില്ല. ഇത്രത്തോളം രാജ്യത്തിന് ഭീഷണി ആവുന്നതാണ് SDP എങ്കിൽ MHA SDP-ക്കെതിരെ കൊടുത്ത ഒരു രേഖയുടെ വിവരം പറയാം യുവരാജ് ഗോകുലിന്? MHA SDP-ക്കെതിരെ കൊടുത്ത ഒറ്റ രേഖയുടെ വിവരം പറയാം യുവരാജ് ഗോകുലിന്? കൃത്യമായിട്ടാണ് MHA പോപ്പുലർ ഫ്രണ്ടിനെതിരായിട്ടാണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിന്റെ ഔട്ട്ഫിറ്റുകളിൽ SDP ഉണ്ട് എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് അവർക്ക് ഇപ്പോൾ ഒരു ടെക്നിക്കൽ പരിരക്ഷയുണ്ട്. ജമ്മു കാശ്മീരിലെ 2 രാഷ്ട്രീയ പാർട്ടികളെ കഴിഞ്ഞ തവണ ബാൻ ചെയ്തു. അൺലോഫുൾ അസോസിയേഷൻ. ജമ്മു കാശ്മീരിൽ 2 പാർട്ടികളെ കഴിഞ്ഞ മാസങ്ങളിൽ ബാൻ ചെയ്തു. അൺലോഫുൾ അസോസിയേഷൻ. ടെക്നിക്കലോ? ചുമ്മാ പറയല്ലേ രാജു? എന്താണ് ആഷ്മി? ജമ്മു കാശ്മീർ ഡെമോക്രാറ്റിക് ഫ്രീഡം പാർട്ടിയെ ഡിസംബർ 2023 ബാൻ ചെയ്തു. MHA ബാൻ ചെയ്തു. SDP-യെ ബാൻ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റാത്തത്? അൺലോഫുൾ അസോസിയേഷൻ ഹാഷ്മി ഇപ്പൊ പറഞ്ഞു. ഞാൻ അതാണ് കുറച്ചു നേരമായിട്ട് ഞാൻ പറയാവുന്നത്. പേരിതാണ് ജമ്മു കാശ്മീർ ഡെമോക്രാറ്റിക് ഫ്രീഡം പാർട്ടി. അവരെ നിങ്ങൾ ബാൻ ചെയ്തു. സെൻട്രൽ ഗവൺമെന്റ് ഒരു ഇലക്ഷൻ കമ്മീഷനും അല്ല ബാൻ ചെയ്തത്. യുവരാജ് ഒന്ന് മറുപടി പറയൂ, എന്തുകൊണ്ട് SDP-യെ ബാൻ ചെയ്യാൻ കഴിയില്ല എന്ന്?
അവർക്ക് അൺലോഫുൾ ആയിട്ടുള്ള അസോസിയേഷൻ ഉണ്ട് എന്നുള്ള കാര്യം അസന്നിഗ്ധമായിട്ട് ഇലക്ഷൻ കമ്മീഷന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ ബാൻ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കേന്ദ്ര സർക്കാർ അല്ലല്ലോ ഇലക്ഷൻ കമ്മീഷനല്ലേ ബാൻ ചെയ്തിരിക്കുന്നത്. അല്ല അത് ഇലക്ഷൻ കമ്മീഷനല്ലേ ബാൻ ചെയ്തിരിക്കുന്നത്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ചോദ്യം എന്താണ്? കൊടുത്തിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷന് ബോധ്യപ്പെടുന്ന സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ അവരെ ബാൻ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും. കേന്ദ്ര സർക്കാരാണ്. ചുമ്മാ അറിയാത്ത ടെക്നിക്കൽ എന്ന് പറയല്ലേ, ചുമ്മാ ടെക്നിക്കൽ എന്ന് പറഞ്ഞു ഒഴിവാകല്ലേ. പോട്ടെ, നമുക്ക് അതിലേക്ക് ഞാൻ അതിലെത്താം. ശ്രീ പി എം ആർഷോ, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ് ബാൻ ചെയ്തത്. ശരി, ഞാൻ എത്താം. ശ്രീ ആർഷോ ഇവിടെ എന്താണ് ഇവിടെ നമുക്കറിയാം, ഇത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ ഡൽഹിയിൽ വർക്ക് ചെയ്ത ഒരാളാണ്, മാധ്യമപ്രവർത്തനം 8 മാസം ആണ്. ഡൽഹിയിൽ ഒരു ചായക്കടയിൽ ചായ കുടിക്കാൻ പോയപ്പോഴത്തേക്ക് എവിടെ നിന്ന് വെച്ചാൽ കേരളത്തിൽ നിന്നാണ് പറഞ്ഞു. ആ ചായക്കടക്കാരൻ അദ്ദേഹത്തിൻ്റെ ഫോണിൽ ഒരു വീഡിയോ കാണിക്കുകയാണ്, അതായത് രാഹുൽ ഗാന്ധിയുടെ പ്രചരണ വീഡിയോ ആണ്. എന്ന് പറഞ്ഞാൽ കേരളവും പാകിസ്ഥാനും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്നും ഏതോ ഒരു ചുരം, അന്ന് ആ പേര് ഞാൻ വിട്ടുപോയി, വർഷം കുറയാതാണ്, ഏതോ ചുരം വഴി പാകിസ്ഥാൻകാർ ഇറങ്ങി വന്ന് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നുള്ളതാണ് ആ വീഡിയോയിൽ പ്രതിപാദിക്കുന്ന വിഷയം. ഞാൻ നേരിൽ കണ്ട ആളാണ്, ആ വീഡിയോ ഞാൻ നേരിൽ കണ്ട ആളാണ്. ആ പാവം ചായക്കടക്കാരൻ ചേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചതാണ്. കേരളവും പാകിസ്ഥാനും തമ്മിൽ അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളല്ല, ഇത് ഇവിടുത്തെ വേറെ പാർട്ടിയാണ്. ആ പുള്ളിക്കൊന്നും മനസ്സിലാവാനും പോകുന്നില്ല. അങ്ങനെ പ്രചണ്ഡമായ പ്രചരണം നടത്തിയപ്പോൾ ലീഗിൻ്റെ കൊടി ഉയർത്തിയേ മതിയാകൂ എന്ന് CPM വാശി പിടിക്കുന്നത് ശരിയാണോ ശ്രീ ആർഷോ? ഇതിനകത്ത് പറയാം, കേരളം എല്ലാ കാലഘട്ടത്തിലും സംഘപരിവാരത്തിനെതിരായിട്ടുള്ള രാഷ്ട്രീയ തുരുത്താണ്. നിരന്തര പ്രതിരോധത്തിൻ്റെ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന BJPയുടെ അവസാനത്തെ അക്കൗണ്ടും ക്ലോസ് ചെയ്ത രാഷ്ട്രീയ പാരമ്പര്യമാണ് കേരളത്തിനുള്ളത്. ആ കേരളത്തിനെതിരെ വെറുപ്പിൻ്റെ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തീവ്രവാദികൾ തിങ്ങി വസിക്കുന്നിടമാണ്. കേരളം മുഴുവൻ തീവ്രവാദമാണ്, കേരളത്തിൽ നിന്ന് IS റിക്രൂട്ട്മെന്റ് ആണ് തുടങ്ങിയിട്ടുള്ള നരേറ്റീവുകളൊക്കെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി സംഘപരിവാരത്തിന്റെ വിവിധ ഇടപെടലുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ മുൻപിൽ ഈ ദിവസങ്ങളിൽ കേരളത്തിൽ എത്ര മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യുമെന്നുള്ളതിനെ സംബന്ധിച്ച് അറിയില്ല. കേരള സ്റ്റോറി എന്ന കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെറുപ്പ് വിദ്വേഷം നിറച്ച ഒരു സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ചിത്രം, ആ ചലച്ചിത്രം നാളെ ദൂരദർശനിലൂടെ സംരക്ഷണം ചെയ്യപ്പെടും, നാളെ ദൂരദർശനിലൂടെ സ്ക്രീൻ ചെയ്യപ്പെടും. നാളെ ആ നിലയ്ക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലടക്കം തെറ്റായ കള്ളപ്രചരണങ്ങൾ കേരളത്തിനെതിരെ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംഘപരിവാർ ശ്രമം നല്ല നിലയ്ക്ക് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ നിലയ്ക്കുള്ള സംഘപരിവാറിന്റെ പ്രചരണങ്ങളെ, സംഘപരിവാറിന്റെ വിദ്വേഷ പ്രചരണങ്ങളെ, നുണപ്രചരണങ്ങളെ അതിനെ കൃത്യമായി രാഷ്ട്രീയമായി പൊളിക്കുക എന്നുള്ളതല്ലേ നമ്മുടെ ഉത്തരവാദിത്വം. അതിന് രാഷ്ട്രീയമായി അതിനെ ചെറുത്തു തോൽപ്പിക്കുക എന്നുള്ളിടത്തല്ലേ രാഷ്ട്രീയ വിജയം ഉണ്ടാകുന്നത്. ഈ സ്വാഭാവികമായും മുസ്ലിം ലീഗിന്റെ പതാക ഉൾപ്പെടെ ആ നിലക്ക് ചിത്രീകരിക്കുന്നതിന് വേണ്ടി പാകിസ്ഥാൻ പതാകയാണ്, ഇവിടെയുള്ള ആളുകൾ മുഴുവൻ പാകിസ്ഥാൻകാരാണ്, ഇവിടെയുള്ള ആളുകൾ മുഴുവൻ തീവ്രവാദികളാണ് എന്നുള്ള പ്രചരണം സംഘപരിവാരം നടത്തുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി, അല്ല അതിനെ കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധ്യതയും ഉള്ള രാഷ്ട്രീയ പാർട്ടി തന്നെയാണല്ലോ കോൺഗ്രസ്. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു കോടിക്കണക്കിന് ഉറുപ്പ്യ കൊടുത്തിട്ട് കനകോലുവിനെ കൊണ്ടുവന്നത് ഇപ്പോൾ വെറുതെ ആയി പോകൂലേ? അല്ലെങ്കിൽ ഇലക്ട്രൽ ബോണ്ട് വഴി തെരഞ്ഞെടുപ്പിന് വേണ്ടി സമാഹരിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ആയിരക്കണക്കിന് കോടി ഉറുപ്പ്യ, ഇതൊക്കെ വെറുതെ ആയി പോകൂലേ? അപ്പൊ ആ നിലയ്ക്ക് ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇതിനെ ഡിഫെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പൊളിറ്റിക്കൽ രാഷ്ട്രീയ കരുത്ത്, പൊളിറ്റിക്കൽ സ്ട്രെങ്ത് കോൺഗ്രസിന് ഇല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വിമർശനം. ഈ നിലയ്ക്കുള്ള ചിത്രീകരണം ഉണ്ടാകുമ്പോൾ സംഘപരിവാരം അങ്ങനെ ചിത്രീകരിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇതിനു മുൻപ് സംഘപരിവാരം അങ്ങനെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ രാഷ്ട്രീയ അസ്തിത്വത്തെ പണയം വെച്ചുകൊണ്ട് ഇപ്പൊ അതിന്റെ ഭാഗമായിട്ട് കോൺഗ്രസിന്റെ കൊടി തന്നെ ഉപയോഗിക്കുന്നില്ല എന്ന് തീരുമാനമെടുത്തു. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒക്കെ വലിയ പൈതൃകം അവകാശപ്പെടുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ ഒക്കെ വിലയുള്ള പതാകയായിരുന്നല്ലോ കോൺഗ്രസിന്റെ പതാക. ആ പതാകയടക്കം മടക്കി പോക്കറ്റിലിട്ടോ, നിക്കറിന്റെ പോക്കറ്റിലിട്ടോ എന്ന് സ്വന്തം അണികൾക്ക് നിർദ്ദേശം കൊടുക്കുന്ന നിലയിലേക്കുള്ള രാഷ്ട്രീയ അപജയം കേരളത്തിലെ കോൺഗ്രസിനും UDF-നും സംഭവിച്ചു എന്നുള്ളതാണ്. അത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ വിമർശനമാണ്. ആ രാഷ്ട്രീയ വിമർശനം ഉയർത്തുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഇപ്പോ ഇടതുപക്ഷത്തിന്റെ പ്രസക്തി എന്ത് എന്ന് ആവർത്തിച്ച് ചോദിക്കുന്ന ഘട്ടത്തിൽ ഞങ്ങൾ പറയുന്നുണ്ടല്ലോ, ശരിയല്ലാത്ത മാർഗത്തിലൂടെ നിങ്ങൾ നടക്കുമ്പോൾ അത് ശരിയല്ല, തെറ്റാണ് എന്ന് പറഞ്ഞ് തിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്വം ഇന്ത്യയിൽ ഇടതുപക്ഷത്തിനുണ്ട് എന്ന് ആവർത്തിച്ച് പറയുന്ന ആളുകളെ ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഈ SDPI ബന്ധവുമായി ബന്ധപ്പെട്ട് 3 ദിവസം പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും പറഞ്ഞ കേരളത്തിന്റെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി രാഷ്ട്രീയ വിമർശനം ഉയർത്തിയപ്പോൾ
അവർ പറഞ്ഞ മറുപടി ഞങ്ങൾക്ക് പിണറായി വിജയന്റെ ഉപദേശം വേണ്ടെന്നാ. അതിനെതിരെ ഒരു രാഷ്ട്രീയ മറുപടി പറയുന്നതിന് വേണ്ടി തയ്യാറില്ല. ഞങ്ങൾക്ക് പിണറായി വിജയന്റെ ഉപദേശം വേണ്ടെന്ന് 3 ദിവസം പറഞ്ഞിട്ട് ഇപ്പൊ 4ാമത്തെ ദിവസം ആകുമ്പോൾ പിണറായി വിജയന്റെ ഉപദേശം കേട്ടിട്ട് നിലപാട് പറയേണ്ടുന്ന സാഹചര്യത്തിലേക്ക് കേരളത്തിലെ കോൺഗ്രസ്, കേരളത്തിലെ പ്രതിപക്ഷം ചെന്നെത്തുന്ന നിലയുണ്ടായിട്ടില്ലേ? അപ്പോ ഈ നിലക്കുള്ള രാഷ്ട്രീയമായിട്ടുള്ള തെറ്റായിട്ടുള്ള നരേറ്റീവുകൾ BJP സൃഷ്ടിക്കുമ്പോൾ അതിനെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ കരുത്ത് കേരളത്തിലെ കോൺഗ്രസിനില്ല. അത് സ്വാഭാവികമാണ്. കാരണം കേരളത്തിലെ കോൺഗ്രസിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ BJPയിലേക്ക് പോകുമെന്ന് പറഞ്ഞ, അല്ലെങ്കിൽ എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഞാൻ അഭിമാനത്തോടെ ഓർക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട മുഹൂർത്തം പണ്ട് എടക്കാട് RSSന്റെ കാര്യാലയത്തിന് കാവല് നിന്നതാണ് എന്ന് അഭിമാനത്തോടെ പറയുന്ന ഒരാൾ കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കുന്ന ഘട്ടത്തിൽ ഇതിൽ നിന്ന് അപ്പുറം പ്രതീക്ഷിക്കാൻ വേണ്ടി കഴിയില്ല. പിന്നെ എങ്ങനെ കേരളത്തിലെ കോൺഗ്രസിനെ കരുത്തിൽ ഇപ്പൊ ഈ 5 വർഷം, കഴിഞ്ഞ 5 വർഷം 2019 നിന്ന് 2024 എത്തുമ്പോ കോൺഗ്രസിന്റെ സംഭാവന എന്ത് എന്ന് ചോദിച്ച കേരളത്തിലെ 20 പാർലമെന്റ് മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ അതിലെ 5 സ്ഥാനാർത്ഥികൾ, അതായത് 4-1 BJPയുടെ ഈ പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളാണ് കോൺഗ്രസിന്റെ സംഭാവന എന്നുള്ളത്. കണ്ണൂര്, മലപ്പുറം, മാവേലിക്കര, എറണാകുളം, പത്തനംതിട്ട 5 മണ്ഡലങ്ങളിൽ BJPക്ക് സ്ഥാനാർത്ഥി ഉണ്ടാക്കി കൊടുക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനം കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിലെ സുധാകരന്റെയും VD സതീശന്റെയും കോൺഗ്രസ് കേരളത്തിൽ ചെയ്തിട്ടുള്ളത്. ശരി, രാജു പി നായർ, ഇവിടെ ഇപ്പം നിങ്ങൾ ഇനി അവിടെ വയനാട് എന്നല്ല, ഇനിയിപ്പോൾ മുസ്ലിം ലീഗിൻ്റെ കൊടി എടുക്കുന്നില്ല എന്ന് വെക്കുക, BJP നോർത്തിലെ പ്രചരണം നിർത്തുന്ന നിങ്ങൾ കരുതുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ രാഹുൽ ഗാന്ധി വയനാട്ടേക്ക് ധൈര്യപൂർവ്വം മത്സരിക്കാൻ വന്നതല്ലേ? രാഹുൽ ഗാന്ധി വയനാട്ടേക്ക് മത്സരിക്കാൻ വരുമ്പോൾ അവിടെ ലീഗ് ഉണ്ടെന്നും അവിടെ പ്രചരണത്തിൽ ലീഗിൻ്റെ നിർണായക പങ്കുണ്ടെന്നും അറിയാത്തയാണല്ലോ രാഹുൽ ഗാന്ധി. അപ്പോൾ അങ്ങനെ ധൈര്യമായി അവിടെ മത്സരിക്കാൻ വന്നിട്ട് കൊടി വേണ്ട എന്ന് പറയുമ്പോൾ പിന്നെയും എന്താണ് സംഘപരിവാർ നറേറ്റീവിനെ പേടിച്ച് പിന്നോട്ടേക്ക് പോയാൽ നിങ്ങൾ എങ്ങനെയാണെന്ന് ഈ രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കാൻ കരുത്തുള്ളവരാണെന്ന് പറയാൻ കഴിയുക ആർജവത്തോടെ? രാജു പി നായർ. അശ്മി, രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് മത്സരിക്കാൻ വേണ്ടി തിരിച്ചു വന്നു എന്ന് തന്നെ ഞങ്ങൾ ഇതിനെ ഒന്നും ഭയപ്പെടുന്നില്ല എന്നുള്ള ഏറ്റവും വലിയ തെളിവല്ലേ? ഞങ്ങൾ ഇതിനെ വയനാടിനെ സംബന്ധിച്ച് ഇവരെന്താ പറഞ്ഞത്? ഈ ചർച്ചയിൽ ഒരു സൗകര്യമുണ്ട്. CPM-നും BJP-ക്കും ഒറ്റ മറുപടി കൊടുത്താൽ മതി. അങ്ങനെ ഒരു സൗകര്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് അല്ലെങ്കിൽ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥം പ്രഖ്യാപിച്ചപ്പോഴത്തേക്ക് BJPയുടെ ചില ഹാൻഡിലുകൾ ഇട്ട മെസ്സേജാണ്, വയനാട് അത്തരത്തിലുള്ള ഇതല്ല, വയനാട് ജില്ലയിൽ മുസ്ലിങ്ങളല്ല കൂടുതൽ, ഹിന്ദുക്കളാണ് കൂടുതൽ, നമ്മൾ ഒരുമിച്ച് പിടിച്ചാൽ അമേഠിയെ പോലെ രാഹുൽ ഗാന്ധിയെ വയനാട് തോൽപ്പിക്കാൻ സാധിക്കും എന്ന് RSSന്റെ ഹാൻഡിലുകൾ ഇട്ടിട്ടുണ്ട്, RSS പ്രവർത്തകരുടെ ഹാൻഡിലുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോ വളരെ കൃത്യമായിട്ട് അത് എന്താണെന്നുള്ളത് ഇവർക്ക് മനസ്സിലായല്ലോ. ഇനിയിപ്പോ വയനാട് മുസ്ലിം ഭൂരിപക്ഷമാണെന്ന് പറയാൻ ഇവർക്ക് പറ്റാത്ത സാഹചര്യത്തിലേക്ക് ഇവരെത്തിയിട്ടുണ്ട്. അപ്പൊ ഇവരുടെ രാഷ്ട്രീയം ഇത്രേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം മറ്റൊരു ചാനൽ ചർച്ചയിൽ വെച്ച് നേരത്തെ ഹാഷ്മി ചോദിച്ച സ്റ്റേറ്റ്മെന്റിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞത് അമിത്ഷാ അത് സർക്കാസത്തോട് പറഞ്ഞാണെന്നാണ്. മറ്റേതോ അമിത്ഷാ സർക്കാസത്തോട് പറഞ്ഞു, നിങ്ങൾ കള്ളം പറയുന്നില്ലേ, അതുകൊണ്ട് ഞങ്ങളും കുറച്ച് സർക്കാസത്തോട് പറഞ്ഞു എന്നാണ് BJPയുടെ പ്രതിനിധി പറഞ്ഞിരുന്നത്. അപ്പോ ഈ തരാതരം പോലെ ഉപയോഗിക്കുന്നത് ആരൊക്കെയാന്ന് നോക്കാം. ഹാഷ്മിനോട് ചോദിച്ച ഫോട്ടോ പച്ച അല്ലല്ല, ഞാൻ പറയട്ടെ, അതിലേക്ക് അധികം പോകണ്ട, കാരണം അമിത്ഷാക്കൊന്നും ഇവിടെ ഒരു വിലയില്ലല്ലോ, പിന്നെ നമ്മൾ എന്തിനാ പറഞ്ഞു വില ഉണ്ടാക്കുന്നത്? പച്ച ഫോട്ടോ അവിടെ കർണാടകത്തിൽ അമിത്ഷാ നേരത്തെ പറഞ്ഞു തൊട്ടടുത്ത് കേരളമുണ്ട്, ഞാൻ കൂടുതൽ പറയണ്ടല്ലോ, എന്താണ് കേരളം പോലെ ആകാതിരിക്കാൻ BJP ജയിക്കണം എന്ന് പറഞ്ഞ യോഗിയാണ്. അതെ ഹാഷ്മി, എല്ലാം കൂടി ഞാൻ പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് ചുരുക്കുന്നത്. അമിത്ഷായെ സംബന്ധിച്ചോളം പച്ച ഫോട്ടോ അരിവാൾ ചുറ്റിക. ഒരു മിനിറ്റ് അടുത്ത പച്ചത്. ഇനി ഇത് നോക്കുക, പ്രമുഖ മാധ്യമങ്ങളുടെ എല്ലാത്തിന്റെ മുന്നിൽ വന്ന ഫോട്ടോയാണ്. പച്ച പതാകയും പിടിച്ചു നിൽക്കുന്ന CPM, നിങ്ങൾ രക്തത്തിലുണ്ടാക്കിയ പതാകയല്ലേ? ആർഷോ അപമാനം കൊണ്ട് തല താഴ്ത്തണ്ടേ? നിങ്ങൾ RSSനെതിരുള്ള നിലപാടല്ലേ? നിങ്ങൾ RSSന്റെ നിലപാട് ഞാനിപ്പോ കേൾപ്പിച്ചു തരാം. ഹാഷ്മി ഒരു 30 സെക്കൻഡ് ഒന്ന് കേട്ടോ. പലരും സഹായിച്ചു. ചില ഘട്ടത്തിൽ ഞങ്ങൾ ചിലരെ തള്ളിപ്പറയും. ഇപ്പോൾ RSS ഒരു ഘട്ടത്തിൽ ഞങ്ങൾ RSSന്റെ വോട്ട് വേണ്ട എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എല്ലാ ഘട്ടത്തിലും അത് പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ ചില നിലപാടുകൾ ഞങ്ങൾ. ഇതാരാണെന്ന് അറിയാമോ? ആർഷോ പിണറായി വിജയൻ എന്ന് പറയുന്ന അങ്ങയുടെ നേതാവ് പറഞ്ഞതാണ്. ഒരു ഘട്ടത്തിൽ RSSനെ തള്ളി പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എല്ലാ ഘട്ടത്തിലും ഇല്ല. അതിലൊരു ഘട്ടം 1977 ഇവരുടെ വോട്ട് ജയിച്ച് നിങ്ങളുടെ നേതാവ് പിണറായി വിജയൻ ജയിച്ച ഘട്ടമാണ് ഒന്ന്. മറ്റൊന്ന് 89 മറ്റൊന്ന് 98 2008. ആർഷോയ്ക്ക് ചരിത്രം അറിയാത്തതുകൊണ്ട് ഇവിടെ നിന്ന് പറയാം.
പക്ഷെ RSS എന്ന് പറയുന്ന വർഗീയവാദികളെ, ആ സംഘടനയെ ഇവിടെ കൊണ്ടുവന്നിരുത്തി പ്രതിപക്ഷ ഇടം വിട്ടുകൊടുത്ത പാർട്ടി, അതിന്റെ നേതാവ് പിണറായി വിജയനാ. മനസ്സിലായില്ലേ? ഇനി SDP ജമാഅത്തെ ഇസ്ലാമിയുടെ ലേഖനത്തെ സംബന്ധിച്ച് ഹാഷ്മിയുടെ പറഞ്ഞല്ലോ, എന്ത് നിലപാട് ഹേ? നിങ്ങൾ മേടിച്ചതല്ലേ ഈ വോട്ട് മുഴുവൻ? അബ്ദുൽ നാസർ മദനിയെ ഉപയോഗിച്ചുകൊണ്ട് വോട്ട് കച്ചവടം നടത്തിയവരല്ലേ നിങ്ങൾ? ഒരേ വേദിയിൽ പിണറായി വിജയനും അബ്ദുൽ നാസർ മദനിയും കൂടി ഇരുന്ന് വോട്ട് ചോദിച്ചിട്ടില്ലേ? നാണമുണ്ടോ നിങ്ങൾക്ക് വർഗീയതയെ കുറിച്ച് പറയാൻ? തരാതരം പോലെ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരേ മടിയിലിരുത്തിക്കൊണ്ട് താലോലിച്ച നേതാവിന്റെ പേരാണ് ആർഷോ പിണറായി വിജയൻ. ഒരുപക്ഷെ മറ്റ് കേസുകളുടെ പുറകെ നടക്കുന്നതുകൊണ്ട് ആർഷോയ്ക്ക് അത് പഠിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല. നിങ്ങൾ നിങ്ങളുടെ ചരിത്രം നോക്കണം. നിങ്ങൾക്ക് ആത്മാഭിമാനം ഉണ്ടെങ്കിൽ ലജ്ജിച്ച് തലതാഴ്ത്തിയിരിക്കും. ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു, ഈ ചർച്ചയിൽ 2 ദിവസം മുമ്പ് SDP പിന്തുണ ഉണ്ടായപ്പോൾ ആ ചർച്ചയിൽ ഒരു ചാനലിൽ ഞാനുണ്ടായിരുന്നതാ. ഞങ്ങൾ എല്ലാവരും പറഞ്ഞ വാക്ക്, ഒരു വർഗീയവാദിയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, ഒരു വർഗീയവാദിയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട. UDF നേതാക്കന്മാർ, ഞാൻ ഇന്നലെ സാക്ഷിയാ, വയനാടുണ്ട്. ഇന്നലെ ഹോട്ടൽ ഓഷ്യനിൽ വെച്ചാണ് UDF നേതാക്കന്മാർ രാഹുൽ ഗാന്ധി യാത്ര ചെയ്തതിനു ശേഷം അവിടെ കാണുന്നത്. അവരൊരുമിച്ചിരുന്ന് കണ്ടു, തീരുമാനിച്ചു. ഇന്ന് രാവിലെ UDF പ്രസ്താവന പുറത്തു വന്നു. പിണറായി വിജയന് പറയാൻ പറ്റുമോ RSS പിന്തുണ വേണ്ടെന്ന്? അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഞാനിപ്പോ കേൾപ്പിച്ചത്. നിങ്ങൾ RSS രാഷ്ട്രീയ അസ്തിത്വം ഉണ്ടായി കൊടുത്തവരാ, രാഷ്ട്രീയ അസ്തിത്വം ഉണ്ടായി കൊടുത്തവരാണ്. ആ പാർട്ടിയാണ് ഇന്ന് വർഗീയവാദത്തിനെതിരെ പറയുന്നത്, അല്ലെ? നിങ്ങൾ SDP വോട്ട് മേടിച്ച് ഇപ്പോഴും പത്തനംതിട്ടയിൽ പഞ്ചായത്തുകൾ ഭരിക്കുന്നില്ലേ? ഒരു പഞ്ചായത്ത് ഭരിക്കുന്നില്ല. ആരെയാ? അഭിമന്യുവിനെ കൊന്ന കൊലയാളിയുടെ വീടിരിക്കുന്ന പഞ്ചായത്ത്. ആ പഞ്ചായത്തിൽ SDP കൂട്ടിയേർന്ന് കോട്ടാങ്ങലാണെങ്കിൽ കോട്ടാങ്ങൽ ഞങ്ങൾ പിന്തുണ വേണ്ട എന്ന് CPM പറയും, അവർ പിന്തുണ പിന്നെയും കൊടുക്കും. അതുകൊണ്ടാണ് കേട്ടോ ഒരു കോട്ടാങ്ങലെ സാഹചര്യം വേറെയാണ്. SDP പിന്തുണ വേണ്ട എന്ന് CPM പറയുന്നുണ്ട്, രാജിവെച്ചിട്ടുണ്ട്. പക്ഷേ SDP വീണ്ടും പിന്തുണയ്ക്കും. എന്തുകൊണ്ടാണ് BJP രാജിവെക്കും, രണ്ടാമത് രാജിവെക്കും, മൂന്നാമത് പിന്തുണ കിട്ടിയപ്പോഴത്തേക്ക് ഇനി ഞങ്ങൾ എന്ത് ചെയ്യും? ശരി, യുവരാജ് ഗോകുൽ, ഇവിടെ SDP PFI ബന്ധം, രഹസ്യബന്ധം എന്നൊക്കെയുള്ള ആരോപണങ്ങൾ എല്ലാ കാലത്തും കേൾക്കാറുണ്ട്. പക്ഷേ കേരള ചരിത്രത്തിൽ ആദ്യമായ ഒരു രാഷ്ട്രീയ നേതാവ് PFIയുടെ വേദിയിൽ പോയി അവർക്ക് 100% പിന്തുണ പ്രഖ്യാപിച്ച്, എന്ന് പറഞ്ഞാൽ അധ്യാപകന്റെ കൈവെട്ട് കേസിൽ പോലും പിന്തുണ പ്രഖ്യാപിച്ച് നിങ്ങളാണ് യഥാർത്ഥ രാജ്യസ്നേഹികൾ എന്ന് പ്രഖ്യാപിച്ചൊരു നേതാവുണ്ട്. ആ നേതാവിൻ്റെ പേര് PC ജോർജ് എന്നാണ്. PC ജോർജ് ഇപ്പോൾ BJP കാരനാണ്. ഇവരത് പറഞ്ഞോളൂ മറുപടി. അല്ല, PC ജോർജിന്റെ മറുപടി കഴിഞ്ഞ ദിവസം കറക്റ്റായിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വിഷയം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ Facebook പോസ്റ്റ് തന്നെ ഉണ്ട് കാശ്മീർ. അദ്ദേഹം തന്നെ അതിനകത്ത് മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്താണ് അദ്ദേഹം പറയുന്നത്? ഞാൻ പോയത് ഒളിഞ്ഞോ തെളിഞ്ഞോ ഒന്നും അല്ല പോയത്. ഈ പറയുന്ന പോലെ കോൺഗ്രസിന്റെ പോലെ അടി കൂടി പിന്തുണ വാങ്ങിക്കാനോ, CPM-നെ പോലെ കഴിഞ്ഞ തവണ നിയമമണ്ഡലത്തിൽ അടി കൂടി പിന്തുണ വാങ്ങിക്കാനോ, അതുപോലെ അടി കൂടി ഒന്നും പിന്തുണ വാങ്ങിക്കാനല്ല പോയത്. ഞാൻ സ്വതന്ത്രനായിട്ട് മത്സരിച്ച സമയത്ത് അവർ പിന്തുണ തരാൻ വേണ്ടിയിട്ട് വന്നു. ഞാൻ അവരുടെ പിന്തുണ നെഞ്ചു വിരിച്ചു നിന്ന് അവരുടെ കൊടി എടുത്തു പിടിച്ച് സ്വീകരിക്കുകയുണ്ടായി. പക്ഷേ അതിനുശേഷമാണ് അവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. അതിനുശേഷം ഞാൻ അവരെ തള്ളിപ്പറഞ്ഞു. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വോട്ട് എനിക്ക് വേണ്ട എന്ന് തുറന്നു പറഞ്ഞു തന്നെയാണ് സ്വതന്ത്രനായിട്ട് അദ്ദേഹം മത്സരിച്ചത്. അദ്ദേഹത്തിന് വേണമെങ്കിൽ കഴിഞ്ഞ തവണ അവരുടെ പിന്തുണയോടുകൂടി മത്സരിക്കാമായിരുന്നു. ഈരാറ്റുപേട്ടയിൽ ഉൾപ്പെടെ അദ്ദേഹത്തിന് വലിയ വോട്ട് കിട്ടിയതായിരുന്നു. അദ്ദേഹം വളരെ ഈസി ആയിട്ട് വീണ്ടും നിയമസഭയിലേക്ക് ജയിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നായിരുന്നു. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ തവണ എന്താണ് നിലപാട് സ്വീകരിച്ചതെന്നുള്ള കാര്യം നമ്മൾ കണ്ടാണ്. അപ്പൊ അദ്ദേഹം തന്നെ അത് വ്യക്തമാക്കി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മൾ വീണ്ടും PC ജോർജിന്റെ വിഷയവും പറഞ്ഞിട്ട് നമ്മുടെ വിഷയം അതല്ല. അത് ജോർജിന്റെ അവർ SDP പിന്തുണ വാങ്ങാത്തത് ജോർജിന്റെ എന്തെങ്കിലും ഔദാര്യം കൊണ്ടല്ല. SDP ജോർജിനെ പടിയടച്ച് പിന്തുണ വെച്ചതുകൊണ്ടാണ്. എങ്ങനെ ഉണ്ടായത്? SDP അദ്ദേഹത്തെ തള്ളിപ്പറയുന്ന സാഹചര്യം എന്താണ് ഉണ്ടായത്? അതിനൊറ്റ കാരണമേ ഉള്ളൂ. അദ്ദേഹം ഈ പറയുന്ന തീവ്ര ഇസ്ലാമികതയ്ക്കെതിരെ നിലപാടെടുത്തത് കൊണ്ടാണ് SDP അദ്ദേഹത്തെ തള്ളിപ്പറയുന്ന സാഹചര്യം ഉണ്ടായത്. അല്ലാണ്ട് മറ്റൊരു സാഹചര്യത്തിലല്ലോ SDP തള്ളിപ്പറയുന്ന സാഹചര്യം ഉണ്ടായത്. അധ്യാപകന്റെ കൈവെട്ടിന് ശേഷമാണ്. നിലപാടാണ്. ഞാൻ പറഞ്ഞ പ്രസ്തുത പരിപാടി അധ്യാപകന്റെ കൈവെട്ട് കേസിന് ശേഷമാണ്. കൈവെട്ട് കേസിൽ നിങ്ങൾ നിരപരാധികൾ ആണെന്നറിയാമെന്ന് ആ പ്രസംഗത്തിൽ ജോർജ് പറയുന്നു. ഞാൻ വേണേ ലിങ്ക് യുവരാജിന് അയച്ചു തരാം. ആ പ്രസംഗത്തിന്റെ ലിങ്ക് PFIയുടെ ഒരു മഹാസമ്മേളന വേദി എന്തോ പറയുന്നത്. അന്ന് കൈവെട്ട് കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പലർക്ക് പല അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ PC ജോർജ് എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അന്ന് അദ്ദേഹത്തിന് ആ പ്രസ്തുത വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന കാഴ്ചപ്പാട് പിന്നീട് ആ വിഷയത്തിലെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ചിട്ട് കുറച്ചുകൂടി ബോധ്യം വരുന്ന സമയത്ത് മാറിയിട്ടുണ്ടാകും. പോപ്പുലർ ഫ്രണ്ടുകാരുമായിട്ട് SDP-കാരുമായിട്ട് കൂടുതൽ അടുത്തിടപഴകിയപ്പോഴായിരിക്കും അദ്ദേഹത്തിന് അതിൻ്റെതായിട്ടുള്ള റിയാലിറ്റി എന്താണെന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് അദ്ദേഹത്തിന് കൂടുതലായിട്ട് ബോധ്യമായിട്ടുണ്ടാവുക. അദ്ദേഹത്തിന് ബോധ്യം വന്ന സമയത്ത് അദ്ദേഹം നിലപാട് മാറ്റി. കഴിഞ്ഞ നിങ്ങളുടെ വോട്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു തന്നെ മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇല്ലേ? അദ്ദേഹം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ പച്ചയ്ക്ക് അവരുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഒന്നും വോട്ട് എനിക്ക് വേണ്ട പോടാ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോകുന്ന വീഡിയോസ് നമ്മൾ കണ്ടതാണ്. അപ്പൊ അദ്ദേഹം ആ നിലപാട് അദ്ദേഹം മാറ്റിയിട്ടുണ്ട്. അപ്പൊ 2016 2021 കഴിഞ്ഞപ്പോൾ നമ്മൾ 2024 നിൽക്കുന്നത്. 8 വർഷമായില്ലേ? 8 വർഷത്തിന്റെ ഇടയിൽ പല വിഷയങ്ങളും ഉണ്ടായിട്ടില്ലേ? പമ്പയിൽ ഒരുപാട് വെള്ളം ഒഴുകിപ്പോയില്ലേ? അദ്ദേഹത്തിന്റെ നിലപാട് PFIയുടെ വേദിയിൽ പോയി പരസ്യ പിന്തുണ കൊടുത്ത ഒറ്റ നേതാവ് കേരള ചരിത്രത്തിലുള്ളൂ. വേറെ ഒറ്റ രാഷ്ട്രീയ നേതാവും PFIയുടെ പൊതുവേദിയിൽ
പോയി നിങ്ങൾ മഹാന്മാരാണെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ താങ്കൾ തിരുത്താം. താങ്കളുടെ പാർട്ടിയിലോ LDF-ലോ UDF-ലോ ഹാഷ്മി ഞങ്ങൾ പറഞ്ഞത്. ഹാഷ്മി ഒരാൾക്ക് രാഷ്ട്രീയമായിട്ട് കാഴ്ചപ്പാടുകൾ മാറുവാനും അദ്ദേഹത്തിന് യാഥാർത്ഥ്യത്തെ കുറിച്ചിട്ട് ബോധ്യം വരാനും വേണ്ടിയിട്ട് 8 വർഷം എന്നൊക്കെ പറയുന്നത് വലിയൊരു കാലയളവാണെന്നേ. വലിയൊരു കാലയളവാണ് 8 വർഷം എന്ന് പറയുന്നത്. ആ 8 വർഷത്തിനിടയിൽ കേരളത്തിൽ എന്തൊക്കെ സംഭവിച്ചു, കേരളത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി രാഷ്ട്രീയമായിട്ട്. ആ രാഷ്ട്രീയമായ മാറ്റങ്ങൾക്കൊപ്പം അദ്ദേഹത്തിന് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. അദ്ദേഹത്തിന്റെ ചിന്താഗതികൾക്ക്, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾക്ക്, അദ്ദേഹത്തിന് കിട്ടുന്ന ഇൻഫർമേഷന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. അതിനനുസരിച്ചിട്ട് PC ജോർജ് നിലപാട് മാറ്റിയെടുത്തു. അതിനിപ്പോൾ നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹത്തിന് ശരിയായൊരു വഴിയിലേക്ക് വരുന്നതിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയല്ലേ വേണ്ടത്. കേൾക്കാമോ? രാജു പി നായർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശബ്ദമടക്കം പറഞ്ഞ നേരത്തെ ആദ്യഘട്ടത്തിലെ മറുപടി, അതിന് മറുപടി. ഇതിനകത്ത് രാജു പി നായർ കോൺഗ്രസിന്റെ നുണ ഫാക്ടറിയിൽ സൃഷ്ടിക്കപ്പെടുന്ന മെറ്റീരിയലുകൾ കൊണ്ട് ചാനൽ ചർച്ചയ്ക്കകത്ത് വന്നിരിക്കുക എന്നുള്ളത് മുൻകാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ നിലയ്ക്ക് മാത്രമേ അതിനെ കാണാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുള്ളൂ. ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് ഇന്ത്യ രാജ്യത്ത് തന്നെ സംഘപരിവാരത്തിനെതിരായ ഇന്ത്യ രാജ്യത്തിനകത്ത് തന്നെ സംഘപരിവാരത്തിനെതിരായ രാഷ്ട്രീയ സമരങ്ങളുടെ സമര നേതൃത്വമായിട്ട് പല രാഷ്ട്രീയ സമരങ്ങളുടെയും ദിശാസൂചികയായി മാറി ചൂണ്ടുപറകയായി മാറുന്ന നിലയിലേക്ക് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളെ സംബന്ധിച്ച് ഈ നാടിന് നല്ല ബോധ്യമുണ്ട്. ഇന്ത്യയിൽ സംഘപരിവാരം തലയ്ക്ക് വിലയിട്ട രാഷ്ട്രീയ നേതാവിന്റെ പേരാ സഖാവ് പിണറായി വിജയൻ എന്നുള്ളത്. കേരളത്തിൽ RSSന്റെ ഏജന്റ് പണി നടത്തിക്കൊണ്ടിരിക്കുന്നവരാരൊക്കെയാണെന്ന് ഈ നാടിന് നല്ല ബോധ്യമുണ്ട് സാർ. ഈ കേരളത്തിൽ RSSന്റെ ശാഖയ്ക്ക് കാവൽ നിൽക്കാൻ വേണ്ടി പോയതിന്റെ രാഷ്ട്രീയ ചരിത്രമല്ല സഖാവ് പിണറായി വിജയന് പറഞ്ഞു വെക്കാനുള്ളത്. ഇപ്പോൾ ഈ കേരളത്തിലെ VD സതീശൻ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് കുറച്ചു കാലങ്ങൾക്ക് മുൻപല്ലേ ഈ നാട്ടിലെ സംഘപരിവാർ നേതാവായിട്ടുള്ള RV ബാബു പറഞ്ഞത്, കൂടുതൽ സംസാരിച്ചാൽ സംഘപരിവാറിൽ നിന്ന് കൈപ്പറ്റിയ പല സഹായങ്ങളും തുറന്നു പറയേണ്ടി വരും എന്ന RV ബാബു VD സതീശനെ കുറിച്ച് പറഞ്ഞത് കമ എന്നൊരക്ഷരം VD സതീശൻ തിരിച്ചു പറയുന്ന നിലയുണ്ടായോ? ഇതേപോലെ തന്നെ SDPIയുടെ സംസ്ഥാന പ്രസിഡന്റ് VD സതീശനെ കുറിച്ച് പറഞ്ഞത് VD സതീശൻ ഊതി വീർപ്പിച്ച ബലൂണാണ്, പലതും തുറന്നു പറഞ്ഞാൽ തൂവെള്ള ബലൂൺ പൊട്ടിപ്പോകുമെന്ന. അങ്ങനെ പലയാവർത്തി ഈ നാട്ടിലെ വർഗീയ കക്ഷികൾക്ക് കൈ കൊടുക്കുന്നതിന് വേണ്ടിയും ഈ നാട്ടിലെ വർഗീയ കക്ഷികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നതിന് വേണ്ടിയും വർഗീയ ശക്തികളോട് സന്ധി ചെയ്ത് ഐക്യപ്പെട്ട് രാത്രി ഇങ്ങനെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇരുട്ടിന്റെ മറപറ്റി രാത്രി കാലങ്ങളിൽ ഇങ്ങനെ RSSന്റെയും SDPIയുടെയും കാര്യാലയങ്ങൾക്ക് ആഫീസുകൾക്ക് കത്ത് പോയിരുന്ന് മുട്ടുകുത്തിക്കൊണ്ട് വോട്ടഭ്യർത്ഥിച്ച് വോട്ട് പർച്ചേസ് നടത്തിക്കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുടെ പേര് കേരളത്തിൽ VD സതീശൻ എന്ന, K സുധാകരൻ എന്ന. അപ്പോ ആ രാഷ്ട്രീയ ചരിത്രവുമായി വന്നിട്ട് ഈ നാട്ടിലെ ഇടതുപക്ഷത്തിന് വിലയിടുന്നതിന് വേണ്ടി മാർക്കിടുന്നതിന് വേണ്ടി വരേണ്ടതില്ല. ഇന്ത്യയിലെ RSSനെ വളർത്തിയത് കോൺഗ്രസ് ആണ്. ഇന്ത്യയിലെ RSS എന്നുള്ളത് കോൺഗ്രസിന്റെ സംഭാവനയാണ് സാർ. ഇന്ന് ഈ രാജ്യത്ത് RSSന്റേത് എന്ന് പറഞ്ഞ് ഈ നാട്ടിൽ നടക്കുന്ന നേതൃത്വം പലരും ബഹുഭൂരിപക്ഷം ആളുകളും പോയ കാലത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരായിരുന്നു. 10-12 കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരാ ഇന്ന് RSSന്റെ നേതൃത്വമായിട്ട് ഈ രാജ്യത്തുള്ളത്. 100 കണക്കിന് വരുന്ന MP-മാരാ ഈ രാജ്യത്ത് കോൺഗ്രസ് BJPക്ക് സംഭാവന ചെയ്തിട്ടുള്ളത്. 100 കണക്കിന് വരുന്ന MLA-മാരാ രാജ്യത്ത് കോൺഗ്രസ് BJPക്ക് സംഭാവന ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇന്നുള്ള ഇപ്പൊ കേരളത്തിൽ തന്നെ നമുക്കറിയാലോ, കേരളത്തിൽ കോൺഗ്രസിന് 4 മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുള്ളത്. R ശങ്കർ, K കരുണാകരൻ, AK ആന്റണി, ഉമ്മൻചാണ്ടി. ഈ 4-ൽ 3 പേരുടെയും മക്കളെ നിങ്ങൾ RSSന് സംഭാവന ചെയ്തില്ലേ? 4-ൽ 3 ആളുകളുടെ R ശങ്കറിന്റെ മകൻ, ഈ പറഞ്ഞ പോലെ AK ആന്റണിയുടെ മകൻ, K കരുണാകരന്റെ മകൾ. അങ്ങനെ ഈ രാജ്യത്ത് സംഘപരിവാറിനെ വളർത്തുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ പദ്ധതിയുടെ നടത്തിപ്പവകാശം ഏറ്റെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ്, ആ കോൺഗ്രസ് കേരളത്തിൽ സഖാവ് പിണറായി വിജയനെ ആക്ഷേപിക്കുന്നത്, നിങ്ങൾക്ക് എന്ത് പിണറായി വിജയനെതിരെ വിമർശനം ഉന്നയിക്കുന്നതിന് വേണ്ടി പോലുമുള്ള രാഷ്ട്രീയ ധാർമ്മികത ഇല്ലാത്ത ആളുകളാണ് നിങ്ങൾ. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് മുമ്പ് പറയാണ് ഈ പച്ചക്കളറിൽ, മലപ്പുറത്ത് പച്ചക്കളറിലാണ് അത്രേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടികൾ. സാർ തെരഞ്ഞെടുപ്പ് ചിഹ്നം നിങ്ങൾക്ക് ഞാൻ അങ്ങോട്ട് അയച്ചു തരാന്ന്. പച്ചക്കളറിലും മഞ്ഞക്കളറിലും നീലക്കളറിലും വെള്ളക്കളറിലും ഒക്കെ വിവിധ പോസ്റ്ററുകളിൽ തെരഞ്ഞെടുപ്പ് ചിഹ്നം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതിലെന്താണ് തെറ്റ്? തെരഞ്ഞെടുപ്പ് ചിഹ്നം വേറെ, രാഷ്ട്രീയ പാർട്ടിയുടെ പതാക വരെ. ഒരു ഘട്ടത്തിലും
ഒരു ഘട്ടത്തിലും കേരളത്തിലെ കോൺഗ്രസ് എന്നതുപോലെ കേരളത്തിലെ മുസ്ലിം ലീഗ് എന്നതുപോലെ RSS മീശ ഭരിക്കുമ്പോൾ തങ്ങളുടെ പതാക, രാഷ്ട്രീയ ആദർശം, രാഷ്ട്രീയ ആശയം നാലാക്കി മടക്കി പോക്കറ്റിലിട്ട് തിരിച്ചു പോകുന്നവരല്ല കേരളത്തിലെ ഇടതുപക്ഷം എന്നുള്ളതിനെ സംബന്ധിച്ച്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ നാടിന് നല്ല ബോധ്യമുണ്ട്. ഏതു തരത്തിലുള്ള ഭീഷണിയുമായി വന്നാലും, ഏതു തരത്തിൽ ഇല്ലാതാക്കുമെന്നുള്ള പ്രചരണം നടത്തിയാലും, എന്തെല്ലാം തരത്തിലുള്ള വിദ്വേഷ പ്രചരണം നടത്തിയാലും അതിന് രാഷ്ട്രീയ മറുപടി കൊടുക്കുന്നതിന് വേണ്ടി, അതിനെ രാഷ്ട്രീയമായി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി, അതിനെ രാഷ്ട്രീയമായി പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നല്ല ഇച്ഛാശക്തി കേരളത്തിലെ ഇടതുപക്ഷത്തിനുണ്ട്. ഉണ്ടാകുമല്ലോ നിയമത്തിൽ 2016 നിയമത്തെ എങ്ങനെയാണ് BJP അക്കൗണ്ട് ഓപ്പൺ ചെയ്തത് എന്നുള്ളതിനെ സംബന്ധിച്ച് നല്ല ഓർമ്മ കേരളത്തിൽ കോൺഗ്രസിന്റെ താങ്കൾ നേരത്തെ കാണിച്ച പിണറായി വിജയന്റെ ശബ്ദമടക്കം നുണ ഫാക്ടറിയുടെ ഉൽപ്പന്നമാണ്. ആളുകളെ കേരളത്തിലെ കോൺഗ്രസ് അക്കൗണ്ട് ക്ലോസ് ചെയ്ത് BJPയുടെ അവസാനത്തെ ക്ലോസ് കേട്ട സംഭവം നേതാവ് ഇത്രയും വലിയ വർഗീയവാദിയാണോ എന്ന് ചിന്തിച്ചു പോയ ആർഷോ നിലവിട്ട് സംസാരിക്കുന്നത് മാത്രമാണ് ഇവിടെ കാണുന്നത്. അല്ലാതെ ഇതില്ല. ആർഷോ, നിങ്ങളുടെ നേതാവ് RSSനെതിരെ നടത്തിയ പോരാട്ടം, നിങ്ങളുടെ നേതാവ് മാത്രമല്ല, നിങ്ങളുടെ നേതാക്കൾ മുഴുവൻ അടൽ ബിഹാരി വാജ്പേയിക്കും LK അദ്വാനി ഉൾപ്പെടെ RSS നേതാക്കളെ പ്ലെയിൻ ടിക്കറ്റ് എടുത്തു കൊടുത്ത് കേരളത്തിൽ കൊണ്ടുവന്ന പോരാട്ടമാണ് നിങ്ങൾ നടത്തിയത്. ഓർമ്മയില്ലേ? 1977 എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ട് പിണറായി വിജയൻ പറയണം, പിണറായി വിജയൻ RSSന്റെ ഒപ്പം നിന്ന് RSSന്റെ വോട്ട് നേടിയതാണ്. മിണ്ടായിരിക്കും. ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോൾ മിണ്ടായിരുന്നല്ലോ, നിങ്ങൾ പറഞ്ഞപ്പോൾ മിണ്ടായിരുന്നല്ലോ, നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടായിരുന്നല്ലോ. ഇങ്ങനെ കിളി പോയല്ലേ ആർഷോ? ചർച്ചയിൽ സത്യം പറയുമ്പോൾ ഇങ്ങനെ കിളി പോയ പോലെ പറയല്ലേ? നിങ്ങൾ കിളി പോയ പോലെ പറയില്ല. അവിടെ ഇരിക്കുക, ഞാൻ പറഞ്ഞുതരാം. പിന്നെ VD സതീശൻ വിഭാഗത്തിൽപ്പെട്ട പറവൂർ നിയോജക മണ്ഡലത്തിൽ അല്ലല്ല ഒരു സെക്കൻഡ് പറവൂർ നിയോജക മണ്ഡലത്തിൽ മുജാഹിദീൻ വിഭാഗത്തിൽപ്പെട്ട ചില ചെറുപ്പക്കാര് ഒരു ലഘുലേഖനം വിതരണം ചെയ്തതിന്റെ പേരിൽ പിണറായി വിജയന്റെ പോലീസ് RSSന്റെ ഓഫീസിൽ നിന്ന് തിട്ടൂര കിട്ടിയിട്ടാണോ എന്നറിയില്ല. പക്ഷെ അവർക്കെതിരെ കേസെടുത്തപ്പോ ശബ്ദിച്ച നേതാവിന്റെ പേര് VD സതീശൻ എന്നാ. അങ്ങയുടെ വീട്ടിലേക്ക് അതിന്റെ പേരിൽ മാർച്ച് നടത്തിയത് ഹിന്ദു ഐക്യവേദിയാണ്. മനസ്സിലായില്ലേ? ഒരല്പമെങ്കിലും ഉളുപ്പുണ്ടോ? നിങ്ങൾ RSSന് വേണ്ടി വിട്ടുവേല ചെയ്ത ചരിത്രം മാത്രമേ ഉള്ളൂ. നിങ്ങൾ RSSനെ BJPക്ക് വേണ്ടി നിങ്ങൾ വിട്ടുവേല ചെയ്ത ചരിത്രമുള്ളൂ. VD സവർക്കറെ സ്വാതന്ത്ര്യ സമര സേനാനിയായി പ്രഖ്യാപിക്കണം എന്ന് ആവശ്യപ്പെട്ട് അന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ലോകസഭയിൽ ചരിത്രം കേക്ക് മറ്റേ കോട്ടയത്തൊക്കെ കേസിലൊക്കെ പോയപ്പോ ചരിത്രം പഠിക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ലോകസഭയിൽ VD സവർക്കറിനെ സ്വാതന്ത്ര്യ സമര സേനാനിയായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രസംഗം നടത്തി അതിൽ ഇറങ്ങിപ്പോന്ന നേതാവിന്റെ പേര് AKG എന്നാണ്. ഈ കോഴിക്കോട് കൊണ്ടുവന്ന് ഏകസിവിൽ കോഡ് നടപ്പാക്കണമെന്ന് പറഞ്ഞ് സമ്മേളനം നടത്തി ഇന്നത്തെ ഗവർണർ ആരിഫ് മുഹമ്മദിനെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ച നേതാവിന്റെ പേര് EMS എന്നാണ്. അയോധ്യയില് പള്ളി പൊളിച്ച് പ്രശ്നം പരിഹാരം കാണണം എന്ന് പറഞ്ഞ നേതാവിന്റെ പേര് EMS എന്നാണ്. പൗരത്വ ഭേദഗതി നിയമത്തിന്റെ പേരിൽ ഞാൻ ഉൾപ്പെടെയുള്ളവരെ സദസ്യം ചെയ്ത് കേസെടുത്തതിന് ശേഷം ഞങ്ങൾക്കെതിരെയുള്ള കേസ് പിൻവലിക്കാതെ BJPക്ക് വേണ്ടി പണിയെടുക്കുന്ന വർഗീയവാദിയുടെ പേര് പിണറായി വിജയൻ എന്നാണ്. ആർഷോ കണ്ടു പഠിച്ചോ? ഞാനീ പറഞ്ഞത് ഏതെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആർഷോ എന്നെ ചൂണ്ടിക്കാണിക്ക്. കിളി പോയ പോലെ വർത്താനം പറയാനുണ്ട്. ശരി ഇതെല്ലാം തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാകുന്ന ചർച്ച അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയാണ്. അതിപ്പോ ഇനിയിപ്പോ 20 ദിവസം മാത്രമേ ഉള്ളൂ. അത് വരും ദിവസം തുടരുകയും ചെയ്യും. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്ത 3 പേർക്കും നന്ദി.